ആ സ്ക്രിപ്റ്റിന്റെ ആ ഒരു റീഡിംഗ് സെഷനും ഈ പറയുന്ന ബൈ ഹാർട്ടിങ് അതെല്ലാം എനിക്ക് പുതുതായിട്ട് ഫസ്റ്റ് കിട്ടിയത് എക്കോലാണ്. എനിക്ക് സാറിന്റെ എല്ലാ പടങ്ങൾക്കും അങ്ങനെ ഒരു നെറേഷൻ ഇല്ല. ഭാരത് സാർ ഒന്നും കഥ നെറേറ്റ് ചെയ്യില്ലായിരുന്നു. ഷൂട്ടിംഗ് 15-നാണെങ്കിൽ 10-ാം തീയതി ലൊക്കേഷനിൽ എത്തിയിരിക്കണം. ഒരു ബൗണ്ട് സ്ക്രിപ്റ്റ് ആദ്യം തരും. ചില സമയത്ത് നമ്മളിപ്പോൾ ഒന്നുമില്ല, ഇമോഷണൽ സീക്വൻസ് ആണ്, നമ്മളിങ്ങനെ ഇമോഷൻ ഇങ്ങനെ ഇതാക്കുമ്പോഴേക്കും ചില ഡയറക്ടേഴ്സിന് അറിയാം ദാറ്റ് ആർട്ടിസ്റ്റ് സൈലൻസ് എന്ന് പറയുന്നതാക്കും. ചില ഡയറക്ടേഴ്സിന് ഇത് ബോധമേ ഉണ്ടാവില്ല. അവരെന്നെ ഷൗട്ട് ചെയ്തിട്ട് ഓരോ നമുക്കുള്ള ഇമോഷനൊക്കെ കഴിഞ്ഞ് ആകെ ഇതാകുമ്പോൾ ഓക്കെ സ്റ്റാർട്ട് ക്യാമറ തുടങ്ങി. ലാലേട്ടൻ ഇസ് കമ്മിങ്. ഇതിനായിട്ട് അദ്ദേഹം ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വരുന്നു. ജിൻഡാലിന്ന് വരികയാണ്. ഈ യങ് കോളേജ് ഗെറ്റപ്പിന് വേണ്ടിയിട്ട് ഹി ഹാഡ് ഗോൺ ടു ജിൻഡാൽ ആൻഡ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്ത് വന്നതാണ് ആ പടം. ആക്ച്വലി സീ ഇറ്റ് വിൽ നോ. ചില പടങ്ങള് ഈശ്വര തീർന്നു പോയല്ലോ എന്നൊക്കെ തോന്നും. അതായത് ഷൂട്ടിംഗ് ചിലത് തീരുന്നില്ലല്ലോ. അതെ, അതുകൊണ്ട് എന്നൊക്കെ ചെയ്യും. ഇനി ഇന്ന് ഓക്കെ ഒരു 1-2 മൂവി എന്റെ ഞാൻ മരിച്ചെടുക്കുന്നതിൽ ഓരോരുത്തർ വന്നിട്ട് നോക്കുന്നത് ഞാനിരുന്നിട്ട് കരച്ചിൽ വരെ കിടന്നു കണ്ണടച്ചിട്ട് കിടക്കണ്ടേ. പടം തീരാറായി. ഇതിന്റെ ഔട്ട്കം എന്താണെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഈ സിനിമയിൽ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത സിനിമയാണ്. എനിക്കിത് എത്ര സിനിമ ചെയ്താലും ഓക്കെ ഇതൊരു പടമായിരുന്നു കേട്ടോ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ. അതാണ് എനിക്ക് എക്കോ. 5 എന്ന് പറഞ്ഞ പടം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോലീസ് യൂണിഫോം ഊരുകയാണ്. നീ കണ്ണെന്ന് വെള്ളം വന്നു. യൂണിഫോം ഊരിട്ട് ഞാൻ മിഷ്കിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഇങ്ങനെ ഒരു സാധനം നീ എപ്പോഴും എഴുതുന്നു. ക്യൂ സ്റ്റുഡിയോയിൽ സന്ദീപ്, വിനീത്, നാരായൺ, വെൽക്കം. താങ്ക് യു. ആദ്യം ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ 3 ജനറേഷനിൽ സിനിമയുടെ ഭാഗമായ 3 പേര് ഈ സിനിമ മാറുന്നു, അപ്ഡേറ്റഡ് ആവുന്നു, അപ്ഗ്രേഡഡ് ആവുന്നു, ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആവുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത് വളരെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നതും സിനിമയുടെ ഏറ്റവും സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണല്ലോ. ഈ സ്ക്രിപ്റ്റ് റീഡിംഗ് എന്നുള്ളത് അത് എല്ലാ കാലത്തും അതിൽ എന്ത് അഡ്വാൻസ്മെന്റ് ഉണ്ടെങ്കിലും മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ അറിയേണ്ട, നിങ്ങളെ ഈ പറഞ്ഞ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് സ്ക്രിപ്റ്റ് റീഡിംഗ് അവിടെ നിലനിൽക്കുന്നുണ്ട്. 3 പേരുടെയും ലൈഫിൽ സിനിമ കരിയറിൽ ഈ സ്ക്രിപ്റ്റ് റീഡിംഗ് ഏറ്റവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സ്ക്രിപ്റ്റ് കിട്ടുന്നത്, വായിക്കുന്നത്, മനഃപ്പാടമാക്കുന്നത്, ഈ ആക്ഷൻ കട്ട് പെർഫോമൻസ് എങ്ങനെയാണ്? സന്ദീപൻ തുടങ്ങും. പുതിയ ബാക്കിലോട്ട് അല്ല, എനിക്ക് ആ സ്ക്രിപ്റ്റിന്റെ ആ ഒരു റീഡിംഗ് സെഷനും ഈ പറയുന്ന ബൈ ഹാർട്ടിങ് അതെല്ലാം എനിക്ക് പുതുതായിട്ട് ഫസ്റ്റ് കിട്ടിയത് എക്കോലാണ്. ഇപ്പൊ ഫാലിമി ആണെങ്കിലും ഇപ്പൊ ഞാൻ ജിംഖാനയിൽ മോസ്റ്റ്ലി നമ്മൾ സ്ക്രീൻ പ്ലേയിൽ അധികം ഇരുന്നിട്ടില്ല. ഇറ്റ് വാസ് ഓൾ അബൌട്ട് മേക്കിംഗ്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ റൊമാനിക്കയോട് സംസാരിക്കുമ്പോഴും എടാ നമുക്കത് അപ്പൊ പിടിക്കാം, പരിപാടി ഫ്രഷ് ആയിട്ട് വരും എന്നുള്ള രീതിയിലാണ് റൊമാനിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫാലിമിയിലാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം കോ ആക്ടേഴ്സ് എല്ലാവരും അറിയാം, ജഗദീഷ് ചേട്ടൻ, മഞ്ജു ചേച്ചി, എല്ലാവരും, ബേസിലേട്ടൻ ആണെങ്കിൽ എല്ലാവരും കൗണ്ടറിന്റെ രാജാക്കന്മാരാണ്. അപ്പൊ അവര് നമ്മള് ഓൺ ദ സെറ്റ് വരുമ്പോഴും ആ സീൻ വരുമ്പോഴും ഓൺ ദ സ്പോട്ട് ഇടുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് അപ്പൊ ലൈവായിട്ട് പ്രസൻസ് ഓഫ് മൈൻഡ് വെച്ച് നമുക്ക് എന്ത് തിരിച്ചു പറയാം അത് പറയാം എന്നുള്ളൊരു ഫ്രീഡം അവിടെയും ഉണ്ടായിരുന്നു. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു പടക്കളവും ഈ പറയുന്ന ഡയലോഗ് എനിക്ക് അങ്ങനെ ഒരുപാട് പെർഫോം ചെയ്യാനേക്കാളും മാനറിസംസ് ആണ് പടക്കളത്തിൽ കൂടുതൽ വന്നേക്കണം, ഷിഫ്റ്റും. അതെ, പക്ഷെ എക്കോയിലേക്ക് വരുമ്പോൾ ഇറ്റ് വാസ് ഓൾ അബൌട്ട് ഡയലോഗ്സ്. അപ്പൊ എനിക്ക് സ്ക്രീൻ പ്ലേ കിട്ടിയപ്പോഴും ഒരു പാരഗ്രാഫ് ഒക്കെയാണ് എഴുതിയേക്കുന്നത് ബാബുലേട്ടൻ. അപ്പൊ ഞാൻ ഇതെങ്ങനെ ഞാൻ പറയും, കാര്യം എന്റെ സ്കൂളിങ്ങിലേ അതില്ല. അപ്പോ ആ സാഹചര്യത്തിൽ ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതായിരുന്നു എന്റെ ഫസ്റ്റ് ചാലഞ്ച്. അപ്പൊ ഞാനിത് ബാബുലേട്ടനോടും ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഇത് എനിക്ക് ശീലമില്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ അവർക്കറിയാം, എടാ അറിയാം, നമുക്കത് നമുക്ക് ട്രൈ ചെയ്യാം, നമുക്ക് പരിപാടി പിടിക്കാം. പക്ഷെ നീ ഈ സംഭവം നീ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഏത് ക്യാരക്ടറിനും ചെയ്യാം, ഡയലോഗ് പഠിച്ച് വരുന്നതും അല്ലാത്തതും എല്ലാം നിനക്ക് ചെയ്യാം. അപ്പോൾ ഡെഫിനറ്റ്ലി നീ ഇതൊരു ചലഞ്ചായിട്ട് എടുക്ക് എന്നുള്ള രീതി പറഞ്ഞു. പിന്നെ ഈ പറയുന്ന എക്സൈറ്റ്മെന്റ് ഡബിൾ ആവാനുള്ള 2 റീസൺ, ഒന്ന് ബാഹുൽ രമേശ്, ദിഞ്ചിത് അയ്യത്താൻ എന്നുള്ള 2 പേരാണ്. അപ്പൊ അവര് തരുന്ന കോൺഫിഡൻസ് ഡെഫിനറ്റ്ലി നമുക്ക് അത്രയും ഹാർട്ട് ഫെൽറ്റ് ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചുമ്മാ തരുന്ന കോൺഫിഡൻസ് ആയിരിക്കത്തില്ല, കാര്യം അവർ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ പറയുന്നതിലൊരു അർത്ഥവും വാല്യൂ ഉണ്ട്. അപ്പോൾ അവർ തരുന്ന കോൺഫിഡൻസിൽ ഞാൻ ബിലീവ് ചെയ്തു. അപ്പോൾ ഡെഫിനറ്റ്ലി എന്നെ സംബന്ധിച്ച് ഈ പ്രോസസ് ഫ്രം സ്ക്രീൻ പ്ലേ ടു ആക്ടിങ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഞാൻ എൻജോയ് ചെയ്തതും എഫേർട്ട് ഇട്ടതും ഡെഫിനറ്റ്ലി എക്കോയിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അത് ആലോചിക്കുമ്പോഴാണ് ഞാൻ വന്ന സമയത്ത് അത് ജസ്റ്റ് ഈ ന്യൂ ജനറേഷൻ്റെ തൊട്ട് കുറച്ചുണ്ട്.
അപ്പോൾ എനിക്ക് പലപ്പോഴും ഫേസ് ചെയ്തൊരു പ്രശ്നം, ഒന്ന് ഐ വാസ് ലക്കി ടു ബി പാർട്ട് ഓഫ് ഗുഡ് ഫിലിംസ്, വലിയ ഡയറക്ടേഴ്സിൻ്റെ. അത് ഓക്കെ, അത് ആ ഡയറക്ടേഴ്സ് അവർ എന്നെ സെലക്ട് ചെയ്തതാണ്, അല്ലാണ്ട് ഞാൻ അവരെ ഇതാക്കിയതല്ല. സോ ഐ വാസ് ലക്കി ടു ബി പാർട്ട്. പിന്നെ നമ്മൾ അവരുടെ കൂടെ പടങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വരുന്ന നമുക്ക് താല്പര്യമില്ലാത്ത പടങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതും ഒരു റീസൺ ആയിരുന്നു ഇവർ നമ്മളെ സെലക്ട് ചെയ്യാൻ. അത് അവർ തന്നെ പറയാറുണ്ട്, നിങ്ങൾ വളരെ മോശപ്പെട്ട പടത്തിൽ അധികം വരാത്തതുകൊണ്ടാണ്. എനിവേ, അപ്പോൾ അതിലെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കുറേ പ്രോജക്റ്റുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നത്, ലൈക്ക് പ്രോബ്ലി 15 years ബാക്ക്, സ്ക്രിപ്റ്റ് ചോദിക്കുന്നത് പ്രശ്നമായിട്ട് ഞാൻ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഈ ന്യൂജൻ വന്നിട്ടില്ല അപ്പോൾ, അവൻ സ്ക്രിപ്റ്റ് ചോദിക്കുന്നുണ്ടല്ലേ എന്നുള്ള രീതിയിലത്തെ ടോൺ ഞാൻ കുറച്ച് സീനിയേഴ്സിൽ നിന്നും പല സ്ഥലത്തു നിന്നും കേട്ട് ഞാൻ പല പടത്തു നിന്നും എന്നെ അവരെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ തമിഴിലേക്കും അങ്ങനെ വന്നപ്പോൾ പോയതാണ്. അപ്പം ആക്ച്വലി ഞാൻ അങ്ങനെ ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് തമിഴിൽ നിന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ മിഷ്കിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് റീഡിംഗ് ആണ്, ചിത്രം ബേസ്ഡ് ഫുൾ സ്ക്രിപ്റ്റ് റീഡിംഗ് ആണ് ഫുൾ ഇതൊക്കെ. അപ്പോൾ എനിക്കത് എപ്പോഴും ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോസസ്സാണ്. പിന്നീട് ഞാൻ മലയാളത്തിലൊന്നും, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ന്യൂ കമ്മേഴ്സ്, ഇപ്പം എനിക്കിപ്പോൾ റെഡ് റെയിൻ രാഹുൽ വന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് തന്നിട്ട് അതൊരു വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫോമാറ്റിലാണ് പുള്ളി, വിത്ത് ഡിസൈൻസ് ഒരു രസമുള്ള ഫോമാറ്റിലാണ് പുള്ളി തന്നത്. അപ്പം ഈ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇത് എല്ലായിടത്തും നമുക്ക് കിട്ടിയെന്ന് വരില്ല, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ലൈക്ക് ഇൻ ദ ന്യൂ ജെൻ തിങ്സ് ആർ ഡിഫറെൻറ്റ്, ദേ വാണ്ട് യു ടു റീഡ് ദിസ്. അപ്പോൾ വി ആർ വെരി ഹാപ്പി. അങ്ങനെ സ്ക്രിപ്റ്റ് വളരെ റെയറാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഒന്നും ആയിട്ടില്ല, നമുക്ക് വരുമ്പോൾ നോക്കാൻ വരും, അതല്ല. മെനി ഓഫ് ദം ഹാവ് ദെയർ ഓൺ തിങ്. പിന്നെ അവരുടെ കംഫർട്ട് സോൺ വെച്ചിട്ട് ദേ കീപ് ചേഞ്ചിങ് ഇറ്റ്. ഇതിലേക്ക് വന്നപ്പം ഞാൻ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ ആദ്യം ഇവരുടെ സിനിമ ആയതുകൊണ്ട്, രഞ്ജിത്തിൻ്റെയും ബാഹുലിൻ്റെ സിനിമ ആയതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ പടം ചെയ്യണോ വേണ്ടേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു, ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇനി ഐ വാസ് ക്യൂരിയസ് ടു നോ വാട്ട് ദ ക്യാരക്ടേഴ്സ്. പിന്നെ സ്ക്രിപ്റ്റ് അവരെന്നെ, ഇപ്പം ഞാൻ ചോദിച്ചു നമുക്ക് കഥ സ്ക്രിപ്റ്റ് അയച്ചു തരാം, വളരെ സന്തോഷം. പിന്നെ ആ റീഡിങ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം വളരെ നമുക്ക് പ്രത്യേകിച്ച് കിഷ്കിൻ്റെ കാണ്ഡത്തിൻ്റെ റൈറ്റിംഗ് സ്ട്രക്ചർ, സ്ക്രീൻ പ്ലേ വാസ് വെരി അൺയൂഷ്വൽ, വെരി റെയർ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. അതൊരു പ്രോബബ്ലി വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് പറയാം. മലയാളത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെ വേറെ ലാംഗ്വേജ് സിനിമകളിലും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു റൈറ്ററുടെ സ്ക്രീൻ പ്ലേ വായിക്കാനൊരു താല്പര്യമുണ്ടല്ലോ, ആൻഡ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നീട് ഇങ്ങനെ സീൻ ബൈ സീൻ, പേജ് ബൈ പേജ് പോകുമ്പോൾ ഓരോരോ ക്യാരക്ടർ ഇൻട്രഡക്ഷനും, എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായ സ്വഭാവ ഗുണങ്ങളും ആൻഡ് ഒരു ഇമോഷണൽ ഡെപ്ത് ഒക്കെ ഉള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ട്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിൽ, അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, അത് ഒരു പക്ഷേ എന്നെക്കാട്ടിലും കുറച്ചും കൂടിയൊക്കെ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഇവർക്കായിരിക്കാം, ഡയലോഗ്സിൻ്റെ ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് ഇസ് നോട്ട് ദ നോർമൽ യൂഷ്വൽ വേ ഓഫ് റൈറ്റിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര പടം ചെയ്താലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നാണെങ്കിലും ചെറിയ ചെറിയ വാക്കുകളും വേർഡ്സും മാറ്റി, പ്ലേസ്മെൻറ്റ് മാറ്റി, പോസസ് മാറ്റുമ്പോൾ ആ ചെറിയ ന്യൂആൻസസ് വെച്ച് നോക്കുമ്പോൾ ആ ഡയലോഗ് ഡെലിവറിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ പെർഫോം ചെയ്യുന്ന ആളുടെ ആ സ്വഭാവം മാറും. അത് ഭയങ്കര സ്പെസിഫിക് ആണ് ബാഹുൽ ഇതിൽ. അപ്പോൾ അത് പഠിച്ച് പറയുക എന്നുള്ളത് ചാലഞ്ചിങ് ആണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ പെർഫോമൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് മിസ്സാവുക. ആൻഡ് ഉടനെ തന്നെ അവിടുന്ന് റെസ്പോൺസ് കിട്ടും. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഒരു ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിങ്ങനെ ആയിക്കൂടെ, ചേട്ടാ അത് അങ്ങനെ ആവാം, പക്ഷെ അത് ഇങ്ങനെ ആവാം, ഇങ്ങനെയല്ലേ നല്ലത്, ഭയങ്കര രസകരമായ രീതിയിൽ അത് പറയും. സോ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്രോസസ്. ആൻഡ് ഫ്രം റീഡിങ് ടു എക്സിക്യൂഷൻ, അല്ലെങ്കിൽ ബീയിങ് വിത്ത് ദെം ഓൺ ദ സെറ്റ്സ്, അതിൽ കുറേ അനുഭവങ്ങളുണ്ട് അതിലൊക്കെ. ബട്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്രോസസ്. അത് ഈവൻ ഫോർ എനി ഓഫ് അസ് ആക്ടേഴ്സ് അതൊരു ഇറ്റ് വാസ് എ മെമ്മറബിൾ ടൈം എന്ന് തന്നെ പറയാം. വിനീതേട്ടന് അല്ല, ആക്ച്വലി എൻ്റെ ഒക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ തുടക്കം തന്നെ സ്ക്രിപ്റ്റ് വായിച്ച് പഠിക്കണം എന്നായിരുന്നു റൂൾ. സ്കൂളിംഗ് അങ്ങനെയായിരുന്നു. അതെ, സൈഡ് ഫ്രം നക്ഷത്രങ്ങൾ. അല്ല, MT സാറിന്റെ എല്ലാ പടങ്ങൾക്കും അങ്ങനെ ഒരു നെറേഷൻ അല്ല. ഭാരത് സാർ ഒന്നും കഥ നെറേറ്റ് ചെയ്യില്ലായിരുന്നു. ഷൂട്ടിംഗ് 15-ലാണെങ്കിൽ 10-ാം തീയതി ലൊക്കേഷനിൽ എത്തിയിരിക്കണം. ഒരു ബൗണ്ട് സ്ക്രിപ്റ്റ് ആദ്യം തരും, അത് ഒറ്റയടിക്ക് ഇരുന്ന് വായിച്ചോളുക. ദെൻ യുവർ ജോബ് ഇസ് ടു ലേൺ ദ ഡയലോഗ്സ്.
അത് ഇറ്റ് വാസ് ഒരു മാൻഡേറ്ററി ആണ്. അവിടെ ഹരൻ സാറൊക്കെ വരുന്ന ദിവസം നമ്മളങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചല്ലോ, എല്ലാം ഓക്കെ ആണല്ലോ എന്ന് വെച്ചാൽ ഓക്കെ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രിപ്റ്റ് വായിച്ചോന്നാണ്. അത് നമ്മളോടല്ല, എന്നോടായാലും മറ്റുള്ള ആക്ടേഴ്സിന്. സോ അതൊരു ഭയങ്കര ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആ സമയത്ത്, എസ്പെഷ്യലി ആ യങ് ഏജിൽ. ആൻഡ് പഠിക്കുന്നത് ആരുടെ ലൈൻസ് ആണ്? MT സാറിന്റെ ഡയലോഗ്സ് ആണ്. വളരെ അല്ല, പക്ഷെ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു ഫൗണ്ടേഷൻ. പക്ഷെ അതുകൊണ്ട് എന്താ പറയാ, പിന്നെ നമ്മള് മറ്റുള്ള ഗ്രേറ്റ് മാസ്റ്റേഴ്സിനൊക്കെ പടങ്ങൾ ചെയ്യുമ്പോഴും, ഞാൻ പിന്നെ വന്ന പടങ്ങളൊക്കെ ചെയ്യുമ്പം ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഓഫ് യു ഹാവ് ടു മെമ്മറൈസ് യുവർ ലൈൻസ് എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞു. പിന്നെ അത് പക്ഷെ അങ്ങനെ ഒരു എഫേർട്ടായിട്ട് തോന്നിയിട്ടില്ല. ദാറ്റ്സ് പാർട്ട് ഓഫ് യുവർ ജോബ്. ആൻഡ് the best part is then you don't get used to prompting. You have to learn. അതാണ് വേറൊരു അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് അതാണ്. ആൻഡ് ദാറ്റ് ക്യാരിഡ് ഓൺ. അതിപ്പോൾ തമിഴിൽ പോയാലും എല്ലാം ഞാൻ മലയാളത്തിൽ എഴുതി തെലുങ്കിലും ഒക്കെ അഭിനയിക്കുമ്പോൾ മലയാളത്തിൽ എഴുതി ഐ യൂസ് ടു മെമ്മറൈസ്. ആൻഡ് എൻ്റെ ഒരു രീതി വാസ് ദാറ്റ് ഗ്രാഫിക്കൽ എഴുത്തിൻ്റെ ആ ഒരു ഇതുണ്ടോ, ദാറ്റ് ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെ നിൽക്കും. പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജസ് ഹരൻ സാറിന്റെ അടുത്തൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോയാൽ അതിന്റെ മോഡുലേഷൻ ഹി വുഡ് കറക്റ്റ്. വി വുഡന്റ് നോ ദ മോഡുലേഷൻ, വിൽ നോ ദ ഡയലോഗ്സ്. അവിടെ സ്പേസ്, പോസ്, ഓൾ ദാറ്റ് ദ ഡയറക്ടേഴ്സ് വുഡ് കറക്റ്റ് us. സോ അതാണ് അതിൻ്റെ ഒരു ഇനിഷ്യൽ ട്രെയിനിങ്. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ് ഇൻ പെർസ്യൂയിങ്. പക്ഷേ ഇറ്റ് ഈസ് ഐ തിങ്ക് ഏതൊരു ആക്ടറുടെയും ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ടു മെമ്മറൈസ് ദ ലൈൻസ്. ഇഫ് യു ടേക്ക് ഗ്രേറ്റ് ആക്ടേഴ്സ്, നമ്മുടെ ഇന്ത്യൻ ആക്ടേഴ്സ് ആയാലും ഹോളിവുഡ് ആക്ടേഴ്സ് ആയാലും അവരെല്ലാം കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് മെമ്മറൈസ് യുവർ ലൈൻസ്. സോ ദാറ്റ് ഈസ് നമ്മുടെ ക്യാരക്ടറും ഇരിക്കുന്നത് അവിടെയാണല്ലോ. നിങ്ങളിത് വായിച്ചു വരുമ്പോഴേക്കും ക്യാരക്ടർ എന്തുമാത്രം എക്സ്പ്ലോർഡ് ആണ്, നിങ്ങളിത് റിവീൽ ചെയ്ത് ഓരോ പോയിന്റിൽ പേജുകൾ ബൈ പേജുകൾ. അതെ, അല്ല അത് എത്രയും നേരത്തെ സ്ക്രിപ്റ്റ് കിട്ടുന്നു അത്രയും നല്ലത്. ഇപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ ഒരു പോസിബിലിറ്റി കുറവാണ്. മോസ്റ്റ്ലി നമുക്ക് ഷൂട്ടിംഗ് ഇപ്പൊ ദേ ഗിവ് യു മച്ച് ഏർലിയർ. ഇപ്പൊ എത്രയോ മന്ത്സ് മുമ്പേ തരും. സോ ബൈ ദെൻ യു കൻ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്. ആൻഡ് ഐ ഹവ് ഹേർഡ് ഗ്രേറ്റ് ആക്ടേഴ്സ് സെയിങ് ദാറ്റ് അവരുടെ ഒരു പ്രോസസ് ഓഫ് ലേണിംഗ് ഇസ് ഫ്രം മോർണിംഗ് ദേ വിൽ സ്റ്റാർട്ട് വിത്ത് 2 lines. ദേ വിൽ ഇന്റേർണലൈസ് ദോസ് 2 lines. എന്നിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞ് അഗെയിൻ ദേ വിൽ ഗോ, ദെൻ ദേ വിൽ ടേക്ക് അനദർ നെക്സ്റ്റ് 2 lines. പിന്നെ ഇത് മുഴുവൻ പഠിക്കുക. ഇത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ടിംഗ്. സോ അവര് ഇത് പുറമേ അല്ലേ, പുറമേ ആയിരിക്കും ഹോളിവുഡ്. ഇവരുടെ ഇവിടെ ഒന്നും അങ്ങനത്തെ അല്ല, അതല്ല ഓഫ്കോഴ്സ് അതിന്റെ സമയവും ഇതൊക്കെ അല്ല. പക്ഷെ അതല്ല, ജോക്സ് അപ്പാർട്ട്, പക്ഷെ യു ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് കമ്മിറ്റ്മെന്റ്. നോ, അങ്ങനെ അവർ ഇന്റേണലൈസ് ചെയ്ത് ആൻഡ് ദെൻ അദർ തിങ് ദേ സേ ഇസ് then you explore what are the possibilities of modulating this. ശരിയാ, അതിലാണ് പല തരത്തിൽ അത് പറഞ്ഞ് അത് നേരം പറയുമ്പോൾ ഇതിന്റെ വ്യത്യാസം. ഫോർ എക്സാമ്പിൾ ഐ എം ജസ്റ്റ് തിങ്കിങ്, 2 ഡയറക്ടേഴ്സ് അവർ ഒരേ പാരഗ്രാഫ് തന്നെ അവർ എഴുതിയിട്ടുണ്ട്, ഒരു റൈറ്റർ എഴുതിയിട്ടുണ്ട്. 2 ഡയറക്ടേഴ്സിൻ്റെയും അത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ മോഡുലേഷനും പോസുകളുടെയും വ്യത്യാസം ഉണ്ടാവും 2 ഡയറക്ടേഴ്സിന്റെ മൈൻഡിലും. അതാണ് ഈ 2 ക്യാരക്ടേഴ്സും ഒരേ സാധനം നമ്മൾ പറയുമ്പോൾ രണ്ടും വരുമ്പോൾ. സോ ദാറ്റ് ഈസ് ഇത് ആദ്യം പഠിച്ചു വെക്കണം. പക്ഷെ ആക്ടേഴ്സിനുള്ള ഈ പഠിച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ദി ഡയറക്ടേഴ്സ് കോൾ. അദ്ദേഹം എങ്ങനെയാണോ കൺസീവ് ചെയ്ത് അദ്ദേഹത്തിന് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിലാണ് ആക്ടേഴ്സ്. ഓഫ് കോഴ്സ് ഇൻപുട്സ് ഉണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് വേണോ വേണ്ട, ഇപ്പം നരൻ പറഞ്ഞ പോലെ അത് വേണ്ടെങ്കിൽ വേണ്ടെന്ന് അവർ പറയും, അത് കൊള്ളാം, യു കെൻ കീപ് ദാറ്റ് എന്നൊക്കെ പറയും. പക്ഷെ അൾട്ടിമേറ്റ്ലി അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആവണമെങ്കിൽ ദിസ് ഷുഡ് ബി സ്ട്രോങ്ലി എംബെഡഡ് ഇൻ യു. സോ ദാറ്റ് ഈസ് ദി ബ്യൂട്ടി ഓഫ് മെമ്മറൈസിങ്. ആൻഡ് ഈ പടത്തില് അതെ അതൊരു അല്ല, സ്ക്രിപ്റ്റ് വായിക്കുമ്പോ കുറച്ചൊന്ന് സ്റ്റക്ക്. ഞാൻ അതെ അല്ല അത് വെരി ഭയങ്കര രസികൻ ലൈൻസ് ആണ്. പക്ഷെ ഈ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കാരവാനിലാണ് നരേൻ വന്ന് നമ്മൾ വി ജസ്റ്റ് മെറ്റ്. അപ്പൊ നരേൻ പറഞ്ഞു, ഉണ്ടല്ലേ നിങ്ങൾക്ക് കുറെ പണിയുണ്ട് മനുഷ്യ. സോ അല്ല, പക്ഷെ അവിടെ ഭംഗി ഇവർ 2 പേരും അത്രയും കൺവിക്ഷൻ ഉള്ള 2 ഫിൽം മേക്കേഴ്സ് ആണ്. സോ യു ജസ്റ്റ് സറണ്ടർ. അവർക്ക് എങ്ങനെയാണോ അത് വേണ്ടത്, അതിന്റെ മീറ്റർ ഒക്കെ ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ബിക്കോസ് ഞാൻ പഠിച്ചു വളർന്നത് വേറെ രീതിയിൽ. ഇപ്പം എനിക്കൊരു ഡയലോഗ് കിട്ടിയാൽ അതിൽ ഐ വിൽ
അതിൽ എവിടെയൊക്കെ പോസസ് വേണം, എവിടെയൊക്കെ, അപ്പൊ യു ക്യാൻ കംപ്ലീറ്റ്ലി അതിനൊരു ടൈമിംഗ് വെച്ചിട്ടാണ് പഠിക്കുക. പക്ഷെ അത് വേണ്ടാത്ത പല ഡയറക്ടേഴ്സ് they just want it very casually and plain. So that was a great challenge in this film, and it was a learning experience. ഈ മേക്കേഴ്സ് ഫൈൻ ട്യൂണിങ് ആക്ടേഴ്സ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം പല സ്കൂളിൽ പറഞ്ഞ പോലെ പോകുന്നു, അവിടെ എല്ലാം ഓരോ മേക്കറുടെ സ്റ്റൈലിലൊക്കെ അഡാപ്റ്റ് ആവുന്നു. നിങ്ങളുടെ പെർഫോമേഴ്സിനെ പല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത പല സിനിമ ലൊക്കേഷനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഈ വൺസ് ഇവിടെ വരുന്ന സമയത്ത്, എക്കോ വരുന്ന സമയത്തേക്ക് ഈ ബാഹുലിന്റെ എഴുത്ത്, രഞ്ജിത്തിന്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. കിഷ്കിന്ത കാണും സ്റ്റിൽ ഓൺ റണ്ണിങ് ആണ്, ഇപ്പോഴും എല്ലാവരും കുഞ്ഞു കുഞ്ഞു എഴുത്ത് മുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഈ ബാഹുൽ രമേശൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞുള്ള കോംബോ, അവരുടെ ടച്ചിനെ പറ്റി പറഞ്ഞു, ഓൺ ലൊക്കേഷൻ നിങ്ങൾ ഗ്രൂം ചെയ്യുന്നത്, അതിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണോ, പുതിയ സ്കൂളിംഗ് ആണോ, എന്താ ശരിക്കും അതിലൊരു ടേക്ക് അവേ എന്തായിരിക്കും? സോ ബേസിക്കലി ഈ കോംബോയില് their understanding is the first factor. And ഇപ്പോൾ വിനീതേട്ടനിടയ്ക്ക് probably you should say that in front of the directors coming in teaching or else even I'll tell. എന്ന് വെച്ചാൽ അതല്ല, ഈ ഇപ്പോൾ എനിക്കും നമുക്കൊക്കെ ഈ ഡയറക്ടേഴ്സ് നമ്മളെ അടുത്ത് വന്ന് പറഞ്ഞു തരുന്നത് നമുക്ക് വളരെ ഇഷ്ടമാണ്. പ്രോബ്ലി ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും അങ്ങനെയായിരുന്നു. പിന്നീടാണ് പലപ്പോഴും ഡയറക്ടേഴ്സ് ഈ മോണിറ്ററുടെ പിന്നിലിരുന്നിട്ട് കമൻറ്റ് ചെയ്യുന്ന കാര്യം അസിസ്റ്റൻറ്റും അസോസിയേറ്റും വന്നിട്ട് പറയും. എനിക്കാണെങ്കിൽ ഒരു 10 ചോദ്യങ്ങൾ ഉണ്ടാവും. ഇവൻ അങ്ങോട്ട് പോകും, ഓടും, തിരിച്ചു വരും, അടുത്ത ചോദ്യം ചോദിക്കും, വരും. അപ്പം ഞാൻ എന്ത് ചെയ്യും? വേണ്ട, ഞാൻ അങ്ങോട്ട് പോകും അപ്പോൾ ചോദിക്കാൻ. അപ്പം ഇങ്ങനെയൊക്കെ സാധാരണ സംഭവിക്കാം. ഇതിലൊരു വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇവർ തമ്മിലൊരു റാപ്പുണ്ട്, വിച്ച് ദേ ഹാവ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് രഞ്ജിത്ത് അതിൻ്റെ പിന്നിലിരിക്കുന്നു, മോണിറ്ററിൻ്റെ പിന്നിലിരിക്കുന്നു. ബാഹുൽ നമ്മുടെ തൊട്ടടുത്തുണ്ട്, ക്യാമറമാനാണ്, അടുത്തുണ്ട്, അദ്ദേഹം റൈറ്ററുമാണ്. അപ്പോൾ എന്തും പെർഫോമൻസ് സൈഡിൽ എവിടെയെങ്കിലും ഡയലോഗോ റെൻഡിഷൻ തെറ്റിക്കഴിഞ്ഞാൽ ക്യാമറ ഓൺ റണ്ണിങ്ങിൽ തന്നെ പുള്ളി തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട്, അതിൽ കട്ടും ആക്ഷൻ കട്ടൊന്നുമില്ല, പുള്ളി തന്നെ കട്ട് ചെയ്തിട്ട് പുള്ളി തന്നെ ഇതായിട്ട് പറയും, ചേട്ടാ ആ വരി അങ്ങനെയല്ല, അതിങ്ങനെ, ഓ ആ ശരിയാ, ഓക്കെ വീണ്ടും തുടങ്ങി. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ് ദ വർക്ക്. മറ്റത് വീണ്ടും വന്നിരുന്ന് സമയമെടുത്ത് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞതാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ എനർജി ഡ്രെയിൻ ആകുമ്പോഴേക്കായിരിക്കും അടുത്ത ആക്ഷൻ എന്ന് പറയുന്ന സംഭവം. ദിസ് ഇസ് വെരി ഫാസ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഹീസ് ദെയർ. അപ്പോൾ ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു ഈ റൈറ്റർ DOP സംഭവം. ഇറ്റ്സ് വെരി അൺയൂഷ്വൽ ഓൾസോ, അൺഹേർഡ് ഓൾസോ. അപ്പോൾ അത് ആസ് എൻ ആക്ടർ ഇറ്റ് ഹെൽപ്സ് യു. നമുക്ക് നമുക്ക് അപ്പപ്പോൾ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളും, പിന്നെ ഇവരുടെ പ്രിസിഷൻ ഇസ് വെരി ക്ലാരിറ്റി ഭയങ്കര ഇതാണ്. നമുക്ക് ഡൗട്ട് ചോദിക്കാൻ, നമുക്ക് വല്ല ഡൗട്ട് എന്ത് ചോദിച്ചാലും പെട്ടെന്ന് കിട്ടും ഉത്തരം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും രഞ്ജിത്ത് വന്നിട്ട് പതുക്കെ വന്നിട്ട് അത് നമുക്ക് അവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. രഞ്ജിത്തൻ ബാഹുൽ ഇവർക്കെല്ലാം walkie talkies ഉണ്ട്. We won't be hearing that. So they regularly communicate because അങ്ങനത്തെ ടെറൈൻ ആയതുകൊണ്ട് he'll be sitting അതെ ദൂരെയും, അങ്ങനെ പെട്ടെന്ന് ഓടി വരാനൊന്നും പറ്റില്ല. അങ്ങനത്തെ പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ മോർ ദാൻ ദാറ്റ് ദിസ് eye-to-eye കോണ്ടാക്ട് വിത്ത് ദ ഡയറക്ടർ ജസ്റ്റ് ചാർജസ് ആൻ ആക്ടർ. അത് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞങ്ങളുടെ ജനറേഷൻ എസ്പെഷ്യലി. ബിക്കോസ് അന്ന് ഫിലിമിലായിരുന്നു. എനിക്ക് ഇന്നും ലൈക്ക് ഓൾ ദ ഗ്രേറ്റ്സ് ലൈക്ക് അവര് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഇങ്ങനെ നോക്കിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ലുക്കിംഗ് ഇൻ ടു യുവർ ഐസ് ആൻഡ് ദിൽ ജസ്റ്റ് പുൾ ഇറ്റ് ഔട്ട് ഫ്രം യു. അതും അന്നത്തെ ഒരു പ്രോസസ്സ് ക്യാമറയുടെ സൈഡിൽ ഡയറക്ടർ ഉണ്ടാവും. ഇപ്പൊ ഹരിഹരൻ സാറിന്റെയും ഫാസിൽ സാറിന്റെയും ഭരതേട്ടനൊക്കെ പോലെ ആൾക്കാര് അതിന്റെ സൈഡിൽ നിന്നിട്ടാണ് ഡയറക്റ്റിംഗ് യു. അതൊരു ഭയങ്കര ഒരു എനർജിയും ആൻഡ് അത് നമ്മൾ അറിയാതെ ഒരു യു മസ്റ്റ് ഹാവ് ഓൾസോ അത് ഇന്നിപ്പം അതായത് 7ാമത്തെ വരെ ഷൂട്ട് ചെയ്യുമ്പം എനിക്കിന്ന് ഓർമ്മയുണ്ട്, ഞങ്ങളൊരു വീട്ടില് ഒരു 10, 35, 50 സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ഇറ്റ്സ് എ ഹ്യൂജ് ക്രെയിൻ ഷോട്ട്. അപ്പൊ ഞാനും ഒരു കോ ആർട്ടിസ്റ്റ് അവിടെയുണ്ട്. ഞങ്ങൾ എന്തോ ഇന്റൻസ് പെർഫോമൻസ് സീൻ. ഹരിഹരൻ സർ ഈ മോണിറ്റർ ഇവിടെ ഉണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. ഈച്ച് ടൈം ഹിൽ ഗെറ്റ് അപ്പ്, ഹിൽ ക്ലൈം ലൈക്ക് ദാറ്റ്, ഹിൽ കം ദെൻ. അത് അവിടെ അത് ആ ഡയലോഗ് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കണം, അതിന്റെ ആ ടൈമിങ്. ശരി നോക്കാം എന്നിട്ട് പിന്നെ താഴെ. ഐ റിമെമ്പർ അദ്ദേഹം ഒരു 4 or 5, ഞാൻ അവസാനം സാറിനോട്, സാർ ഞാൻ താഴെ വരാം, ഞാൻ വന്നിട്ട് ഇതും യു ക്യാൻ, അത് കുഴപ്പമില്ല, അത് എനിക്കങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. അങ്ങനെയായിരുന്നു അവരുടെ ഒരു വർക്കിംഗ് പാറ്റേൺ. അതായത് ഇന്ററാക്ഷൻ വിത്ത് ആക്ടേഴ്സിനോ. പക്ഷെ അത് ഡെഫിനറ്റ്ലി ഡസ് മാജിക്. അത് ദിസ് ഫിലിം വി ഹാഡ് ദാറ്റ് ലക്ക് ബിക്കോസ് ബാഹുൽ ത്രൂ ബാഹുൽ ദിൻജിത്ത് യൂസ് ടു correct us or whatever it is.
ആൻഡ് ബാഹുൽ ആസ് എ സിനിമാറ്റോഗ്രാഫർ ആൻഡ് ദ റൈറ്റർ ഹി വാസ് റൈറ്റ് ദർ ടു നമ്മളെ മോൾഡ് ചെയ്യാനും. ഇപ്പം എനിക്കൊക്കെ ഒരുപാട് ഇന്റൻസ് സീക്വൻസിലൊക്കെ ബാഹുലിന്റെ ഒരു ഭയങ്കര ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഡയറക്ടേഴ്സ്, ഈ എന്താണ് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് സം ഡയറക്ടേഴ്സ് ദേ വിൽ ബ്രിങ് ഇറ്റ് ഔട്ട്. അവർ അതിന് ഭയങ്കര എംഫസൈസ് കൊടുക്കും. ദേ നോ ദ ഇഷ്യൂസ് ഓഫ് എൻ ആക്ടർ. അങ്ങനത്തെ പടത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ചില സമയത്ത് നമ്മളിപ്പോൾ ഒന്നുമില്ല, ഇമോഷണൽ സീക്വൻസ് ആണ്, നമ്മളിങ്ങനെ ഇമോഷൻ ഇങ്ങനെ ഇതാക്കുമ്പോഴേക്കും ചില ഡയറക്ടേഴ്സിന് അറിയാം ദാറ്റ് ആർട്ടിസ്റ്റ് സൈലൻസ് എന്ന് പറയും ഇതാക്കും. ചില ഡയറക്ടേഴ്സിന് ഇത് ബോധമേ ഉണ്ടാവില്ല. അവരെന്നെ ഷൗട്ട് ചെയ്തിട്ട് ഓരോ നമുക്കുള്ള ഇമോഷനൊക്കെ കഴിഞ്ഞ് ആകെ ഇതാകുമ്പോൾ ഓക്കെ സ്റ്റാർട്ട് ക്യാമറ തുടങ്ങി. ഇത് രണ്ടും നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് എ ഡിലൈറ്റ് വെൻ യു ഹാവ് ഡയറക്ടേഴ്സ് ഹു അണ്ടർസ്റ്റാൻഡ്. അതെ, അണ്ടർസ്റ്റാൻഡ് മാത്രമല്ല ഇങ്ങനെ ഒരു പക്ഷെ ഐ തിങ്ക് ഇങ്ങനെ കൺവിക്ഷനോട് കൂടി വർക്ക് ചെയ്യുന്ന ഓൾ ഫിലിം മേക്കേഴ്സ് നല്ല എക്സ്പീരിയൻസ് ദാറ്റ് വിത്ത് മോസ്റ്റ് ഓഫ് ദം ആൻഡ് അതൊരു ജോയ് റൈഡാ. സന്ദീപിനാണല്ലോ ഇതൊരു മുന്നത്തെ ലൊക്കേഷൻ അല്ല, അതെ, സ്പേസ് മാറുന്നു. എന്താ ശരിക്കും ഈ പറഞ്ഞ ഗ്രൂമിങ് നടക്കുന്നത് ലൊക്കേഷനില്, അതില് കോൺഫിഡൻസ് ബിൽഡിംഗ് അവിടെ നടക്കുന്നുണ്ടല്ലോ. നമ്മൾ വൈകാട്ടിയ ലൈൻസ് അല്ല, നമ്മളുടെ മൂവ്മെന്റ്സ് അല്ല, അവിടെ ഒരു ബ്ലോക്കിംഗ് നടക്കുന്നു. ഈ പറഞ്ഞ സ്പേസ് കൂടുതലാണ്. അതെ, അല്ലെ ആദ്യത്തെ 2 ദിവസം എനിക്ക് ഇച്ചിരി പാടായിരുന്നു കേട്ടോ. ഞാൻ ചെന്നിട്ട് ചോദിക്കുമ്പോ അവലേട്ടാ ഇതിങ്ങനെ ഞാൻ പറഞ്ഞ കുഴപ്പമുണ്ടോ ചോദിക്കും. എടാ അങ്ങനെ പറയണ്ട, ഇത് വേണ്ട, ചിരിച്ചോണ്ട് പറയാ അത് വേണ്ട. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്ക് നാച്ചുറലി വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ 2ാമത്തെ പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോ എൻ്റെ അടുത്ത് പറയണം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരും കേട്ട ഒരു റിതമാണ്, ഇതെല്ലാവരും കേൾക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ഇതാണ്. അത് നമുക്ക് വേണ്ട. നമുക്ക് എന്തെങ്കിലും എന്താണോ ആൾക്കാർ കേൾക്കുന്നത് അത് നമുക്ക് നേരെ തിരിച്ച് വേറെ രീതിയിൽ സൗണ്ട് ചെയ്യിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ നീ ഒന്ന് ചെയ്തോണ്ടി. അപ്പൊ നീ ഒരു ആസ് എൻ ആക്ടർ നീ നോക്കുമ്പോഴും നീ എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്നുള്ളത് ആൾക്കാർക്ക് ഓൾറെഡി ഇപ്പോൾ കുറച്ചൊക്കെ അറിയാം. അപ്പൊ അത് ബ്രേക്ക് നീ നോക്കുമ്പോൾ നിനക്കൊരു പുതുമയായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഓ അത് ശരിയാണല്ലോ എന്നുള്ളത്. പിന്നെ ഞാൻ ഓക്കെ, അപ്പൊ പിന്നെ എന്റെ ഭാഗത്തൊന്നും ആ ഒരു ഡെലിബറേറ്റ്ലി എഫേർട്ട് ഇട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ ചേട്ടാ ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ അതുള്ളൂ അങ്ങനെ പറഞ്ഞു കുറച്ച് സ്വയം പൊതുവ. അപ്പൊ അത് ആ ഒരു അപ്പൊ എനിക്ക് വളരാനുള്ള ഒരു സ്പേസ് പുള്ളി ഉണ്ടാക്കി തന്നു. ഇപ്പൊ എനിക്കത് ഇല്ല ഇത് മതി എന്ന് പറഞ്ഞ് അവർ പോകുന്നല്ലാതെ എന്തുകൊണ്ട് ഞാനത് മാറണം, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണല്ലോ ഒരു ടീച്ചർ പറഞ്ഞു തരേണ്ട ഒരു കാര്യം. സോ ദാറ്റ് വി ക്യാൻ ഗ്രോ ഫ്രം ഇൻസൈഡ്. അപ്പോൾ അത് പുള്ളി കറക്റ്റായിട്ട് ആ ഒരു ഗ്രൂമിങ് ആണ് എനിക്ക് ഓൾ ഇൻ ഓൾ എല്ലാത്തിലും കിട്ടിയ ആ ഒരു സ്പേസ് ഉണ്ട്. എന്ത് വേണം ചോദിക്കാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പൊ അതിന്റെ ഉത്തരം തരുന്നത് നമുക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് ശരിയാക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും. അതാണ് ഞാൻ ക്യാച്ച് ചെയ്ത ഒരു ഗ്രൂമിങ് ടെക്നിക്ക് അവരുടെ. ഈ ഡയറക്ടേഴ്സിൽ നിന്ന് സ്പേസ് ഒരുക്കി തരുന്നത് ഈ പറഞ്ഞ ഫീഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ 2 സീക്വൻസ് ചോദിക്കാം. ഒന്ന് നരേന്ദ്ര അടുത്താണെങ്കിൽ അച്ഛനും അമ്മയിലെ ഇജോ ഫാമിലിയെ പറ്റി പറയുന്ന സീക്വൻസ്, ഈ പറഞ്ഞ സിമിട്രി, ഞാൻ സ്പേസ് പെട്ടെന്ന് കണക്ട് ചെയ്യായിരുന്നു. ആ സ്പേസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇത് അവരെ പരിചയപ്പെടുത്തുന്ന അവിടെയാണല്ലോ ഈ ചേട്ടൻ ഇതെല്ലാം പറയുന്നത്. ആ സീക്വൻസ് ഇങ്ങനെ ഈ പോയിന്റിൽ റീകളക്ട് ചെയ്യും. അത് ആക്ച്വലി ഞങ്ങൾ അതില് എനിക്ക് മാത്രം ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഐ മീൻ ഓഡിയൻസിന് അറിയില്ല, പക്ഷെ അല്ലെങ്കിൽ ആ സ്പോട്ടിൽ അഭിനയിക്കുമ്പോൾ ക്യാരക്ടേഴ്സിന് അറിയില്ല ഞാൻ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ പപ്പ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞാൻ എന്നിട്ട് ഞാൻ എവിടേക്കാ പോകണമെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. അപ്പൊ ദാറ്റ് ഈസ് എ പ്രിപ്പറേഷൻ. ഇപ്പൊ ഇത് തന്നെ നേരിട്ടിട്ട് സെമിത്തേരി പോയിട്ടാണ് ആ സീൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഫീൽ പോയി. പക്ഷെ സത്യൻ സാർ ആദ്യമേ ഇത് ഷൂട്ട് ചെയ്തതുകൊണ്ട് സോ ദാറ്റ് ഈസ് ഓൾസോ ദെയർ. അത് പിന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ താനെ അതങ്ങിട്ട് നമ്മൾ ഇമോഷണലി എഫക്റ്റഡ് ആയി പോകും. സോ സ്പേസ് ഇസ് ഓൾവേസ് തിങ്. പിന്നെ അവരുടെ റൈറ്റിങ്ങും എല്ലാം അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഡയറക്ടേഴ്സിന്റെ കൂടെ ഇവർക്കൊക്കെ ഏറ്റവും അഡ്വാൻറ്റേജസ് ദേ ട്രൈ ടു അല്ലെങ്കിൽ ദേ നോ ദി ആക്ടേഴ്സ് സൈക്കോളജി, അല്ലെങ്കിൽ ദേ ട്രൈ ടു വാല്യൂ ദാറ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അവർക്കറിയാം. അങ്ങനെ അറിഞ്ഞാലേ ഇത് വരുള്ളൂ എന്നുള്ളത് അവർക്കറിയാം. അതാണ് നമുക്കും വേണ്ടത്. സോ പകുതി പ്രശ്നം അവിടെ തന്നെ തീർന്നു. പിന്നെ നമ്മുടെ എഫേർട്ട് എടുത്തിട്ട് നമ്മളത് പഠിച്ച് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് തോന്നുന്നത് എല്ലാ വലിയ ഡയറക്ടേഴ്സും എല്ലാവർക്കും അവരുടേതായ രീതികളാണ്. പക്ഷെ ഇതൊക്കെ ബേസിക്സ് ഒക്കെ സെയിം ആയിരിക്കും. ഇവരുടെ അണ്ടർസ്റ്റാൻഡിങ് ദ പേഴ്സൺ, ഗിവിങ് ടൈം ഫോർ ദം, ഗിവിങ് സ്പേസ് ഫോർ ദം, ഈഗോലെസ് വർക്കിംഗ്. ഇവര് തന്നെ ഇപ്പോ ഞാൻ നിങ്ങളതാ പറഞ്ഞിരുന്നത്, 2 പേരും തമ്മിൽ ലൈക്കിനോ the way of ഏറ്റവും വേണ്ടത് ക്യാമറമാൻ ഡയറക്ടർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്.
അത് പെർഫെക്റ്റ് ആയാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. ഭയങ്കര ഫാസ്റ്റിലായിരിക്കും വർക്കും നടക്കും. അതല്ലാത്ത സ്ഥലങ്ങളിലും നമ്മൾ എത്രയോ വർക്ക് ചെയ്തിട്ടുണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ സ്പേസ് പറഞ്ഞ എനിക്ക് വിനീതരോട് ചോദിക്കാനുള്ളത്, അമൃതം കമേല ഈ പറഞ്ഞ പ്രേക്ഷകരെ മറ്റേ കൊന്നുകളും സീക്വൻസ് ഉണ്ടല്ലോ, ഈ റാഗിങ് സീക്വൻസ്, അതിൽ ഈ സ്പേസ് അത്രയും കോമ്പാക്ട് സ്പേസ് ആണ്, ഇത്രയും ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ ഈ ഉണ്ണി അനുഭവിക്കുന്ന സകല ടെൻഷനും ശ്വാസം മുട്ടലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒപ്പം വിറ്റ്നസിങ് ഈ പറഞ്ഞ ലാലേട്ടന്റെ ഏറ്റവും കൈൻഡ് ഓഫ് ബ്രൂട്ടൽ പെർഫോമൻസും. എന്താ ആ സീക്വൻസ് ഈ പറഞ്ഞ ബ്രീഫും പെർഫോമൻസും? അല്ല, അന്നൊക്കെ പറയുന്നത് അതുപോലെ ചെയ്യാന്നുള്ളത്, അല്ലാതെ അത് അനലൈസ് ചെയ്യാനും ഇത് ആക്ച്വലി ടു ബി ഓണസ്റ്റ് അന്നൊന്നും. പിന്നെ ഓഫ്കോഴ്സ് ലേറ്റർ ഓൺ ആ പടമൊക്കെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റും, അപ്പൊ അതിൻ്റെ ഒരു ഡെപ്ത് ഒന്നും അന്ന് ആൻഡ് സ്ക്രിപ്റ്റ് ഒന്നും അറിയില്ല. ഇന്നൊരു ഇങ്ങനെ ഒരു സീക്വൻസ് ആണെന്ന് മാത്രമേ ഹരൻ സാർ പറഞ്ഞു. ഐ വാസ് മൈ തേർഡ് ഓർ ഫോർത്ത് ഫിലിം, അല്ല ഫിഫ്ത്ത് ഓർ സിക്സ്ത്. ആൻഡ് അതിലൊരു ഇങ്ങനെ ഒരു ദിവസത്തെ വർക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഋതുഭേദത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ്, ദാറ്റ് വാസ് എ ഫുൾ ഫ്ലെഡ്ജ് ഫിലിം. അത് കഴിഞ്ഞ് ഐ എം ഗോയിങ് ടു ചെന്നൈ ആൻഡ് ലാലേട്ടൻ ഇസ് കമ്മിങ്. ഇതിനായിട്ട് അദ്ദേഹം ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വരുന്നു. ജിൻഡാലിൽ നിന്ന് വരികയാണ്. ഈ യങ് കോളേജ് ഗെറ്റപ്പിന് വേണ്ടിയിട്ട് ഹി ഹാഡ് ഗോൺ ടു ജിൻഡാൽ ആൻഡ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്ത് വന്നതാണ് ആ പടം. ആക്ച്വലി ടു സീ ഇറ്റ് യു വിൽ നോ. ആൻഡ് അതിൽ എനിക്ക് ഓർമ്മയുള്ള എന്താ വെച്ചാൽ, ഞാൻ ഇദ്ദേഹത്തിന് എടുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. സോ അത്രയും കൺസേൺഡ് ആയിട്ടാണ് ലാലേട്ടൻ പുറത്തിരിക്കുന്നതിൽ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല അങ്ങനെ വെയിറ്റ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഹി വാസ് ബാലൻസിങ് ഓൺ ദി അതർ സ്റ്റുഡൻസ് ഓൺ ദ സൈഡ് without putting the weight on me. He was so concerned about that. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുറഞ്ഞു വന്ന ഈ കോളേജ് എപ്പിസോഡിന് വേണ്ടിട്ട് ഹി ലോസ്റ്റ് മീ. ഹി വാസ് ലൈക്ക് എ യങ് ബോയ്. അപ്പൊ അതിനു വേണ്ടിയായിരുന്നു ആ ടൈമും. ആൻഡ് ഇറ്റ് വാസ് എ നൈറ്റ് ഷൂട്ട്. നമ്മള് മെഡ്രാസ് YMC നന്ദനം YMCയിലാണ് അത് ഷൂട്ട് ചെയ്തത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഐ തിങ്ക് 2 nights if I'm not wrong. അപ്പം അന്ന് ഹരൻ സരോജ് പടി അദ്ദേഹമായിരുന്നു ക്യാമറ. അപ്പൊ എൻ്റെ ഒരു മെമ്മറി ഇസ് ദിസ്. ആൻഡ് ഞാൻ ഈ വീണ് കഴിഞ്ഞിട്ട് ഇവൻ ബ്ലഡ് വോമിറ്റ് ചെയ്യും. സോ ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മയുണ്ട് അന്നത്തെ അപ്പൊ ആ ഒരു വൃത്തിയായിട്ട് ഈ എണ്ണയിൽ മിക്സ് ചെയ്ത ഒരു ബ്ലഡ് ആ മേക്കപ്പ് മാൻ ഇവിടെ വന്നിട്ട് അത് മുഴുവൻ എൻ്റെ വായിലേക്ക്. ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ കിടക്കുന്നുണ്ട്, ആ ബ്ലഡ് ഒഴുകണല്ലോ. അപ്പൊ അതിന് തൊട്ട് മുമ്പേ അയാൾ വന്ന് ഇവിടെ ഒഴിക്കും. അത് അന്ന് ഈ ഗ്ലിസറിനും എണ്ണയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബ്ലഡാ. സോ ദാറ്റ് ടേസ്റ്റ് വാസ് ടെറിബിൾ. അത് നല്ല ഓർമ്മയുണ്ട്. അതെ അതെ. അല്ല പക്ഷെ പിന്നെ ഓഫ്കോഴ്സ് ആ പടം കാണുമ്പോഴും അതിന്റെ ഒരു impact and ഇദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ്. ആൻഡ് സോ നൗ I'm just wondering how considerate he was. വിത്തൗട്ട് ആ വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ തകർന്നു പോയിട്ടുണ്ട്. ആൻഡ് അതിങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് നടക്കണം. പിന്നെ അങ്ങനത്തെ ഒരു സീക്വൻസ്. അതെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണല്ലോ. നിങ്ങൾ രണ്ടുപേരും വന്ന സിനിമ സ്റ്റൈല് അതിൽ അഡാപ്റ്റ് ചെയ്ത പല രീതികളല്ലാണ്ട് അതിലെപ്പോഴും രസമായി തോന്നിയിട്ടുള്ളത് ഈ പാട്ട് പാടി അഭിനയിക്കുന്നത്. ഡാൻസ് ചെയ്യുന്നു. അല്ല അതിൽ ഭയങ്കര ഈ പറഞ്ഞ പോലെ കച്ചേരി പാടുന്നുണ്ട്. വിനീതേട്ടന് എത്ര പാട്ട് ഡാൻസ് ഏതൊക്കെ ഭാഷകളിൽ പോയിട്ട് ഇങ്ങനത്തെ നമ്മൾ കാണാത്ത തെലുങ്കിലൊക്കെ പോയിട്ട് ഇഷ്ടം പോലെ സിനിമകള്. ഇവർ രണ്ടുപേരുടെ സർഗം അഭിനയിക്കാൻ പോയ കഥയൊക്കെ ഉണ്ട്. അല്ല ഇന്നും നമ്മള് കൊറിയോഗ്രാഫേഴ്സ് കാണുമ്പം ഭയങ്കരമായിട്ട് നമ്മള് മ്യൂച്വലി പറയും പിന്നെ ഇപ്പൊ സോങ്സും ഇല്ല ഒന്നുമില്ല പടത്തില്. പണ്ട് ഒരു പാട്ടിൽ 8 പാട്ട്, അതിൽ 4 സോങ് ഉണ്ടാവും, ഗ്രൂപ്പ് സോങ് ഉണ്ടാവും, ഡ്യുവറ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവും വിത്ത് ഡാൻസേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. തമിഴിലൊക്കെ ഉണ്ട്, മലയാളത്തിലുണ്ടായിരുന്നു, ഇഷ്ടംപോലെ പടത്തിലുണ്ടായിരുന്നു. അത് പക്ഷെ എനിക്ക് ഭയങ്കര ജോയ്ഫുൾ ആയിരുന്നു. അത് പാട്ടെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോളിഡേ മൂഡാ ശരിക്കും. ഒരുപാട് ആർട്ടിസ്റ്റ് പാട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ടെൻഷൻ അടിക്കും. ഒന്ന് ലിപ്പ്, പിന്നെ അതിന്റെ ടൈമിങ്, ഡാൻസ് അല്ല ഡാൻസർ ആയതുകൊണ്ടല്ല. പക്ഷെ ഐ യൂസ് ടു എൻജോയ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സോങ്സ്. ആൻഡ് ഒന്നാമത് എനിക്ക് ഐ വാസ് ഫാസിനേറ്റഡ് ബൈ ഫിലിം മ്യൂസിക് ആൻഡ് ഈ നമ്മൾ കണ്ടു വളർന്ന പാട്ടുകളുണ്ടല്ലോ ആർട്ടിസ്റ്റിന്റെ. പിന്നെ എനിക്ക് ഭയങ്കര ഒരു അഡ്മിറേഷനായി ഫിലിം ഡാൻസേഴ്സ്, കൊറിയോഗ്രാഫേഴ്സ് ആൻഡ് ഫിലിം ഡാൻസേഴ്സ്.
അവരുടെ ഒരു ഹാർഡ് വർക്ക്, അവരുടെ ഒരു ഡിസിപ്ലിൻ, ഇത് ഞാൻ ഒരുപാട് കണ്ട് ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും അവരുടെ ടാലന്റ്, ഈ ഞാനൊക്കെ വരുന്ന സമയത്തുള്ള ഡാൻസേഴ്സ് പറഞ്ഞാലും എക്സ്ട്രോർഡിനറി ഡാൻസേഴ്സ് ആണ്. അങ്ങനെ അവരെല്ലാം എക്സ്ട്രീംലി ബിസിയാണ്. ബിക്കോസ് തമിഴ്, തെലുഗു, കന്നഡ എല്ലാം ഈ സെറ്റ് ഓഫ് ഡാൻസേഴ്സ് ആണ് പോവുക. സോ അവർക്ക് there is no time for rehearsals. അവിടെ വന്ന ആ കൊറിയോഗ്രാഫർ ഒരു BGM ഫുൾ സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്ത അപ്പൊ അവര് ചെയ്യണം അവിടെ. അങ്ങനെ ഞാനൊക്കെ അന്തം വിട്ട് നിന്നിട്ട് ഈശ്വരൻ ഞാൻ എങ്ങനെ ഇവര് ലൈക്ക് അങ്ങനത്തെ സീക്വൻസ്, ബിക്കോസ് ഇറ്റ് മൈറ്റ് ബി എ ഡിഫറെന്റ് മാസ്റ്റർ, ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടെക്നിക് ആയിരിക്കും, പക്ഷെ ദാറ്റ് വാസ് ദെയർ ട്രെയിനിങ്. യു ഹാവ് ടു അഡാപ്റ്റ് ഇറ്റ്. ആൻഡ് അവിടെ ഒരു ഡാൻസർക്ക് പഠിക്കാൻ വേണ്ടി ലേറ്റ് ആയെന്നൊന്നും you can't complain. Hero might take some time to learn. Heroine is not a dancer. But dancers, അങ്ങനത്തെ ഡാൻസേഴ്സിനെ കൊണ്ടുവരില്ല അവിടെ. They'll bring the best of the dancers because they have to finish the song in 1.5 2 days. അതെ. സോ അത് ഞാൻ എപ്പോഴും എനിക്ക് അവരുടെ പേരുകൾ ഓർമ്മയുണ്ട്. ഇന്നും ഞാൻ ആ പഴയ സോങ്സ് കാണുമ്പം ഐ ഷെയർ ഇറ്റ് വിത്ത് മൈ ഫാമിലി. ഇന്നത് ഇന്ന ആളാണ്, ഇന്നത് ഇന്ന ഡാൻസർ, അവരാണ്, അവരുടെ ക്ലോസപ്പ് ആണ് ഇവരുടെ. പക്ഷെ ഇപ്പം അങ്ങനത്തെ കുറെ പഴയ ഡാൻസേഴ്സിന് ഇന്റർവ്യൂസ് ഒക്കെ കമ്മി. ഞാൻ ഒന്നും മിസ് ചെയ്യില്ല. സിറ്റ് ആൻഡ് വാച്ച്. ബിക്കോസ് അതിൽ ഒരുപാട് ഈ അനക്ഡോട്ട്സ് അബൌട്ട് അവര് വർക്ക് ചെയ്ത കൊറിയോഗ്രാഫേഴ്സ്, അവര് വർക്ക് ചെയ്ത ആർട്ടിസ്റ്റ് ഗ്രേറ്റ്സ്, അവരുടെ ഒക്കെ ഒരു മെത്തേഡ് ഓഫ് വർക്കിംഗ്, അവരെങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തതെന്നൊക്കെ നമുക്ക് ഇവരിലൂടെ അറിയാൻ പറ്റും. അത് ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ ഒരുവിധം ഞാൻ വർക്ക് ചെയ്ത കൊറിയോഗ്രാഫേഴ്സിനോടൊക്കെ ഞാൻ ഈ സീനിയർ ആർട്ടിസ്റ്റിന്റെ ഒരു വേ ഓഫ് അഡാപ്റ്റിംഗ് മൂവ്മെന്റ്സ് അതൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. സോ അവരുടെ ഒരു അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് കൊറിയോഗ്രാഫേഴ്സ് പറഞ്ഞായിരുന്നു നമുക്ക്. അല്ല, ഈ ഡാൻസ് പറയുന്ന പോലെ ഇപ്പൊ സംഗീത വ്യാമര സല്ലാപമേ പാടുന്ന പോലെയല്ല വാതിൽ പഴുതിലൂടെ പാടുന്നത്. ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, ഇതിന്റെ ഇമോഷൻ കൺവേ ചെയ്യുന്നതും ഇത് ലിറിക്സ് ആലോചിക്കുന്നു, ലിപ്പ് തെറ്റാതെ ഇത് പാടി ഇമോഷണലി അത് കൺവേ ചെയ്യാന്നുള്ളത്. അതെ. അല്ല, അത് പാട്ടൊക്കെ കംപ്ലീറ്റ് ബൈ ഹാർട്ടായിട്ട് പഠിച്ചിട്ട് വരണം. സ്വരങ്ങള് തത്ത പറയുന്ന പോലെ പറയണം. വി ഹാവ് ടു ലേൺ ദാറ്റ്. അങ്ങനെ പക്ഷെ അത് ഭയങ്കരമായിട്ട് മിസ്. ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് കംസ് ബാക്ക്. സന്ദീപ് ഒക്കെ പാടി ഡാൻസ് ചെയ്ത കാണുന്നേ. അതാണ് അതെ, ഇവരൊക്കെ ടാലന്റ്. ഞാൻ പിടിക്കും. സന്ദീപ്, ഷെയ്ൻ, ഇതൊരു ഡാൻസറാണ്. ഷെയ്ൻ നിഗമിന്റെ ഒക്കെ ഡാൻസർ ഉണ്ടല്ലോ, ബ്രില്യന്റ് ഡാൻസേഴ്സ്. ഇവരെല്ലാം ഇറ്റ് ഷുഡ് കം ബാക്ക്. സിനിമ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഫൈറ്റ്, ഡാൻസ്, പാട്ട് അതെന്തായാലും പാടി അഭിനയിക്കുന്നത് എനിക്ക് എപ്പോഴും ഒരു കൗതുകമായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെയൊക്കെ നമ്മൾ ഇതായിരുന്നു സംസാരം. ഞാൻ ഈ ഫേസ് നമ്മൾ എൻട്രി ചെയ്തിട്ട് പാടി അഭിനയിക്കുന്നത് തുടങ്ങി. നമ്മൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ വന്നൊരു 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് നിന്നു തുടങ്ങി. പിന്നെ വരുമ്പോ ലിപ്സിങ്ക് ഇല്ല, മറ്റേ മൺടേജ് സോങ്സ് മാത്രമേ ഉള്ളൂ. അതിന്റെ സ്ക്രീൻ പ്ലേയുടെ പാർട്ടായിട്ട് വരും, കഥയുടെ ഭാഗമായി. അതെ, ഈ ഗ്രൂപ്പ് സോങ്സ് ഉണ്ടല്ലോ, സെലിബ്രേഷൻ ഫെസ്റ്റിവൽ വെഡിങ് സോങ്സ്, എന്തൊരു സന്തോഷം. ആർട്ടിസ്റ്റ് ആയാലും ഡാൻസേഴ്സ് ആയാലും കൊറിയോഗ്രാഫേഴ്സ് ആയാലും എല്ലാവരും മലയാളത്തിലുണ്ട്. മലയാളത്തില് അവിടെയാണ് കുറെ ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഒക്കെ ഡാൻസ് ചെയ്യാൻ ചാൻസ് വരിക, മെയിൻ ആക്ടേഴ്സ് അല്ലാതെ. സോ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ടൈമായിരുന്നു. ഇപ്പൊ കാബൂളിവാലയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. രാജു ചേട്ടൻ പുത്തൻപുതു കാലത്തിൽ രാജു ചേട്ടൻ ഹി വാസ് സോ എക്സൈറ്റഡ്. എന്നോട് ഒരു വിനീത്, എനിക്ക് എന്ത് സന്തോഷം എന്നറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാൻ. എന്നിട്ട് എന്റെ കൂടെ ഒരു മൂവ്മെന്റ് ഉണ്ട് അതില്. ഹി വാസ് ലിറ്ററലി അബ്സല്യൂട്ട്ലി ഭയങ്കര അബ്സല്യൂട്ട് ബ്ലിസ് ആയിരുന്നു ക്യാപ്റ്റൻ രാജു ചേട്ടൻ. ആ പാട്ടില് ഡാൻസ് രാജു ചേട്ടൻ. അതെ, അടിപൊളി. മാൻ വേഴ്സസ് വൈൽഡ് എന്നുള്ളൊരു ഈ പറഞ്ഞ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഫോമുലയാണ്. നമ്മൾ ഈ പറഞ്ഞ ജംഗിൾ ബുക്ക് മുതല് ഈ റെവനന്റ് വരെയുള്ള സിനിമകളൊക്കെ ഏത് തരത്തിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള എല്ലാ പ്രായക്കാർക്ക് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു വിഷ്വൽ ഫോമുലായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളും ആസ് പ്രേക്ഷകർ പല ആവർത്തി കണ്ടിട്ടുള്ള ഇത്തരം സിനിമകൾ ഉണ്ടാവാം. ഈ കാർഡ് പ്രധാനപ്പെട്ട സ്വഭാവം സെറ്റിംഗ് ആവുന്ന സിനിമകൾ കണ്ടിട്ടുണ്ടാവാം. വൺസ് നിങ്ങൾ ഇതിൽ പ്ലേസ്ഡ് ആവുന്നു, പല ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഓരോ ക്യാരക്ടർ ആയിട്ടുള്ളത്, ഈ സെറ്റിംഗ്, പ്ലേസ്, ലൊക്കേഷൻ അത് ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പെർഫോമൻസിൽ. അത് ഈ പറഞ്ഞ നിങ്ങൾ വായിക്കുമ്പോൾ കണ്ട വിഷ്വൽ ആവണമെന്നില്ല, ഓൺ ലൊക്കേഷൻ എത്തുമ്പോൾ ഇത് മാറുന്നുണ്ട്, അവിടെ ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഇത് ക്രാക്ക് ചെയ്യുന്നത്, ഇതിൽ ബെസ്റ്റ് കൊടുക്കാം, ഇതാണ് നമുക്ക് വേണ്ടത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കോസ്റ്റ്യൂം ഇട്ട് കഴിയില്ലേ, വൺസ് യുവർ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം ഇസ് ഡൺ, ഒരു 75% ഓഫ് യുവർ ജോബ് ഇസ് ഓട്ടോമാറ്റിക്കലി അതങ്ങോട്ട് ഒരു ഓസ്മോസിസ് പോലെ നമ്മളിലേക്ക് വരും.
whatever character you're portraying, our dress it, then when you go to that location, automatically you will start behaving like that character. So that is ഒരു പാർട്ട് ഓഫ് അഭിനയത്തിന്റെ ഒരു വലിയ ഈ ആഹാര്യ അഭിനയം എന്ന് പറയുന്ന ആ വേഷവിധാനമാണ്. അതുപോലെ മേക്കപ്പ്, when you look at yourself in the mirror, okay, I'm this character എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന്റെ ബോഡി ലാംഗ്വേജ് ആണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരിക. You won't act like ഒരു 25-year-old young, ഒരു അങ്ങനത്തെ ഒരു മാനറിസമേ. I'm just telling you. So if you're looking at the image of a very matured young man in this thing, your complete body language, your modulation, your voice, അത് നമ്മൾ അറിയാതെ ആക്ടേഴ്സിന് അത് വരും എന്നാണ് എൻ്റെ ഒരു. എനിക്കൊന്ന് ഈ മിററിൽ നോക്കുന്ന പോയിന്റ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ചെറിയ പ്രൊപ്പോർഷൻ ഓഫ് സൈക്കോളജി വരെ ഇതിലോട്ട് അഡാപ്റ്റ് ആവും. അതെ അതെ, ഈ ക്യാരക്ടറിലോട്ട്. പിന്നെ നരേൻ റീസെന്റ് ഹി വാസ് ഓൾസോ കമന്റിങ് ഓൺ ദ ലൊക്കേഷന്റെ ഒരു ഇമ്പാക്ട്. When you reach there, no, like then that becomes your area of performance. So അതെല്ലാം it contributes. നമ്മൾ ഒരു സ്റ്റാർട്ട് ക്യാമറ എന്നൊക്കെ പറയും, നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കണോ നമ്മളൊന്ന് നോക്കണോ, ആൻഡ് ദറ്റ് ഏരിയ, ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇറ്റ് ആഡ്സ് ടു ഇറ്റ്. ആ പ്രസൻസും പടത്തിന്റെ സ്ക്രിപ്റ്റ് അറിയാം, അങ്ങനത്തെ ഒരു. സോ അത് ഭയങ്കര രസമാണ്. അങ്ങനെ ഒരു ജേർണിയാണ് അത് ആക്ച്വലി. സന്ദീപ് ഈ പറഞ്ഞ പോലെ ഓടുന്നു ചാടുന്നു ക്ലിഫിന്റെ നിൽക്കുന്നു, ഈ പറഞ്ഞ പോസ്റ്റ് നമ്മൾ കണ്ടു. എനിക്ക് തോന്നിയേ ഇവര് പറഞ്ഞതൊക്കെ ശരിയാട്ടോ, 100% ട്രൂ ആണ്. അതല്ലാതെ എനിക്ക് തോന്നിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമൽ സിറ്റി ആംബിയൻസിലും വീട്ടിലും കാര്യങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് ബോഡി ലാംഗ്വേജ് ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന കൺട്രോളാണ്. പക്ഷെ ഒരു നേച്ചറിന്റെ ഭാഗമായിട്ട് ഇപ്പം ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ഇപ്പം ഇവിടെ നിന്ന് അവിടം വരെ പോയി ഡയലോഗ് പറയുന്നതിൻ്റെ ഇടയിൽ പല കല്ലിന്റെ പല ഹൈറ്റ് വേരിയേഷൻ ഉണ്ടാവും, ഒരു ചില്ല ഇതുവഴി പോകുന്നുണ്ടാവും. അപ്പം നമ്മൾ പല സംഭവങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നമുക്കത് ചെയ്യാം. നമ്മൾ അവിടെ പോയി ചുമ്മാ നിൽക്കുന്നത് വരെയുള്ള ആ ട്രാവൽ വരെ ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള സ്പേസ് ഈ പറയുന്ന അപ്പാർട്ട്മെന്റ് അകത്ത് നടക്കുകയല്ല, അല്ല, സ്പേസ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കി നമ്മളവിടെ ഒന്ന് ചാടുമായിരിക്കാം, ചിലപ്പോ വെള്ളം കാല് കൊണ്ട് തട്ടിപ്പോവായിരിക്കാം, ചിലപ്പോ അവിടെ വഴുതി വീഴുന്നുണ്ടാവാം. അതെ, പല സ്ഥലത്തും വീണിട്ടുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ഒന്ന് നാച്ചുറലി വരും, നമ്മൾ ആ ടെറൈനിലൂടെ പോകുമ്പോൾ നാച്ചുറലി വരും. അപ്പോൾ അതല്ലാതെ നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാനും പറ്റുന്ന ഒരു സ്പേസ് എനിക്ക് ഈ എൻവയോൺമെന്റിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് കിട്ടി. അത് ബാഹുലേട്ടൻ സിനിമ കഴിയുമ്പോൾ കുറച്ചും കൂടെ പറയാൻ പറ്റും. സംസാരിക്കുമ്പോഴും ചോദിക്കുമ്പോൾ എന്റെ മനസ്സിലുള്ള കൺസേണും പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കൺസേൺ ഒരു പോയിന്റ് പോലും കൈവിട്ട് പോകരുത്, ഫീലാവരുന്നുള്ളതാണ്. ഇതെല്ലാം പറയുമ്പോഴേ എനിക്ക് സന്ദീപിന്റെ അടുത്ത് ഞാൻ ഭയങ്കര രസമുള്ളതായി കാണുന്നത് ഈ പറഞ്ഞ ഓരോ സിനിമകൾ കഴിയുമ്പോഴുള്ള ഗ്രോത്ത് ഉണ്ട്, അപ്പൊ റെസ്പോൺസിബിലിറ്റി കയറുന്നുണ്ടല്ലോ. എക്കോ വരുമ്പോഴാണെങ്കിലും ഇതിന്റെ മച്ച് ബിഗർ റെസ്പോൺസിബിലിറ്റി ആവുന്നുണ്ട്. സിനിമയെ ലീഡ് ചെയ്യാന്നുള്ള ഒരു ഹെവി വെയിറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ റെസ്പോൺസിബിലിറ്റി അവിടെയുണ്ട്. ഇത് പെർഫോമൻസ് ഇത് എപ്പോഴും കൺസേൺ ആണോ ശരിക്കും? പെർഫോമൻസിലാണോ, അത് ഈ റിലീസിന് എടുക്കുമ്പോഴാണോ, പോസ്റ്റ് റിലീസിലാണോ? ഈ റെസ്പോൺസിബിലിറ്റി എങ്ങനെ കാണുന്നത് ശരിക്കും? അത് ഫ്രം ദ സ്റ്റാർട്ട്, ലൈക്ക് സ്ക്രിപ്റ്റ് വരുന്ന സമയത്തൊട്ട് തന്നെ നമ്മൾ ആലോചിക്കണം ഈ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഇത് എന്താ. ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇതെങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്യുക, സിനിമ എങ്ങനെയായിരിക്കും വരിക, ഇപ്പം ഇതുവരെ ചെയ്തു വെച്ചേക്കണതിൻ്റെ മുകളിലേക്കാണോ, പെർഫോം ചെയ്യാൻ സ്പേസ് ഉണ്ടോ, അത് പ്രോപ്പർലി പ്ലേസ്ഡ് ആവുമോ. അതായത് ഇപ്പം സ്ക്രീൻ പ്ലേ മാത്രമല്ല, ഇപ്പം പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ബാക്കി ടെക്നീഷ്യൻസ് ഒക്കെ ആണെങ്കിലും ഇത് പ്രോപ്പർലി ഈ പറയുന്ന സ്ക്രീൻ പ്ലേ ടു സ്ക്രീൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്കുള്ള ട്രാൻസിഷൻ പ്രോപ്പർലി തന്നെ നടക്കുമോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കീനായിട്ട് നോക്കിയിട്ടാണ് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി ബ്രോ പറഞ്ഞ പോലെ കുറച്ച് കൂടി. അപ്പം അത് പേരിന്റെ വെയിറ്റും കൂടുന്നുണ്ടല്ലോ, അതെ അതെ അതെ, അത് ഭയങ്കര. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു എക്കോ എനിക്ക് സേഫ് ഹാൻഡ്സ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. എന്തൊക്കെയായാലും ഇതിന്റെ ഔട്ട്കം എന്താണെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഈ സിനിമയിൽ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത സിനിമയാണ്. എനിക്കിത് എത്ര സിനിമ ചെയ്താലും ഓക്കെ, ഇതൊരു പടമായിരുന്നു കേട്ടോ എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ. അതാണ് എനിക്ക് എക്കോ. സോ ഐ എം റിയലി ഡിറ്റാച്ച്ഡ് വിത്ത് ദ സക്സസ് ഓഫ് എക്കോ. പക്ഷെ ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ ഹാവ് ബീൻ ദ പാർട്ട് ഓഫ് ദിസ് മൂവി. സോ ഐ എം ഹാപ്പി. ഈ നിങ്ങൾ മൂന്ന് സംസാരിക്കുമ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ലൊക്കേഷൻ, പെർഫോമൻസ് ഒക്കെ പറ്റി പറയുന്നു. ഇതിൽ കൂടുതൽ ക്യൂരിയസ് ആവുന്നത് ഇത്രയും എൻജോയ് ചെയ്യുന്ന, ഇത്രയും രസമായിട്ട് ഒരുപാട് ദിവസം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പേസ്, ക്യാരക്ടർ, ഇതിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ്
എപ്പോഴും പറയും എത്ര പെട്ടെന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റുമോ അതാണ് ഇപ്പോഴും ഈ പറഞ്ഞ ആക്ടർ മാസ്റ്റർ ചെയ്യുന്ന ഏറ്റവും എളുപ്പമാക്കുന്ന കാര്യം അതാണ്. ഒരുപക്ഷെ ആക്ടേഴ്സ് ഓരോ സിനിമകളിലും ട്രൈ ചെയ്യുന്നതും എങ്ങനെ എത്ര പെട്ടെന്ന് ഡിറ്റാച്ച്ഡ് ആവാം അതിന്റെ ട്രെയിനിങ് കൂടി ഉണ്ടല്ലോ. ശരിക്കും ഈ ഒരു പടം, ഈ ഒരു ലാൻഡ്സ്കേപ്പ്, ഈ ഒരു ക്യാരക്ടർ, നിങ്ങൾ 3 സ്പെസിഫിക് ക്യാരക്ടേഴ്സ്, അതിൽ നിന്നൊരു ഡിറ്റാച്ച്മെന്റ് അത് ഈസിയാണോ? ഹാങ് ഓവർ ഉണ്ടോ? എനിക്ക് ടു മീ പേഴ്സണലി എനിക്ക് ഡിറ്റാച്ച്മെന്റ് വാസ് ഡിഫിക്കൽട്ട് വിത്ത് ദ ക്രൂ ആൻഡ് ദി ആ ഒരു ബോണ്ടിങ് ആയിരുന്നു. ക്യാരക്ടർ ഓഫ് കോഴ്സ് അത് പിന്നെ നമ്മള് years of experience and all that, it's okay, like അത് of course it will linger on to നമ്മൾ ചെയ്ത ചില സീക്വൻസ് ഇങ്ങനെ you try to recollect and you'll share it with some friends or family. എന്റെ ഫാമിലിയോട് ഷെയർ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എവിടെ കുത്തി പോകും, ഇപ്പൊ ഒന്നും പറയാൻ പാടില്ല, you can't share it. So അല്ല അതല്ലാതെ ഈ ഇവരുമായിട്ടുള്ള ബോണ്ടിങ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നമ്മൾ പോയി കഴിയുമ്പോൾ. ഡയറക്ടേഴ്സ്, ADs, ആർട്ട് അസിസ്റ്റൻസ്, നമ്മളെ കൂടെ ഉണ്ടാകുന്ന ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനത്തെ ടെക്നീഷ്യൻസിന്റെ ഒരു ഇൻക്രെഡിബിൾ ഒരു ഫോഴ്സ് ത്രൂ ഔട്ട് ഇതിനുണ്ട്. ഇപ്പം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഇവരൊക്കെയാണ് നമ്മളെ ദേ ആർ ദ വൺസ് ഹു ടേക്കിംഗ് അസ്. ഇപ്പൊ ഇതില് ഷഫി ചെമ്മാടാണ് കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒന്ന് ദിഞ്ചത്ത്, അതെ ഇവരൊക്കെ മിസ് ചെയ്യും. എന്റെ ഒരു പേഴ്സണൽ ടേക്ക് അതാണ്, ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നല്ല യൂണിറ്റും നല്ല ടീമിൽ എപ്പോഴും അങ്ങനെയാണ് സംഭവം. അതെ, ചില പടങ്ങള് ഈശ്വര തീർന്നു പോയല്ലോ എന്നൊക്കെ തോന്നും. അതായത് ഷൂട്ടിംഗ് ചിലത് തീരുന്നില്ലല്ലോ. അതെ, അതുകൊണ്ട് എന്നൊക്കെ ചെയ്യും. ഇനി ഇന്ന് ഓക്കെ ഒരു അന്ന് 2 മൂവി എന്റെ അങ്ങനെയുള്ള പടങ്ങളുണ്ട്, 5 ദിവസം കൊണ്ട് തീരും. പക്ഷെ അങ്ങനെ ഓടിയ പടങ്ങളൊക്കെ ഉണ്ട് ഡെഫിനറ്റ്ലി. ആൻഡ് പക്ഷെ ഇതില് ദാറ്റ് ഈ നമ്മളൊരു പേഴ്സണൽ ബോണ്ടിങ്, ഒരു ആർട്ടിസ്റ്റിക് ബോണ്ടിങ് ആണ് അത് ആക്ച്വലി മോർ ദാൻ എനിത്തിങ്. That personal ishtam angotu, even whoever it is, you can't differentiate. It might be a chief technician, it might be a very junior assistant. പക്ഷെ നമ്മൾ ത്രൂ ഔട്ട് വെൻ യു വർക്ക് അതൊരു വല്ലാത്തൊരു ബോണ്ടിങ് വരും. ഇപ്പൊ ഈ പടത്തിൽ എടുത്ത് പറയേണ്ടത് നമ്മളുടെ കുറെ ആർട്ട് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവർ റിയലി സ്ലോ. അതായത് ഒന്ന് ക്ലൈമറ്റ്, മഴ, അട്ട, ഇതൊന്നും പ്രശ്നമല്ലാതെ വെള്ളത്തിലിറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഐ യൂസ് ടു ഫീൽ സാഡ് ഫോർ ദം. പക്ഷെ അവർക്ക് അതൊരു ഇറ്റ് ഈസ് ദെയർ പാർട്ട് ഓഫ് മൈ ജോബ്. അല്ല, അവരും ഫോർ ദ ലവ് ഓഫ് അവരുടെ അതുണ്ട്, ലവ് ഫോർ ദ തീം, ഫോർ ദ ഫിലിം. അത് അങ്ങനത്തെ ഒരു ബോണ്ടിങ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നമ്മള്. എല്ലാ ലൊക്കേഷനിലും കിട്ടില്ല, ഒരുവിധം ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് ഒരുവിധം. എസ്പെഷ്യലി നമ്മൾ ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്യുന്ന പടങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ വെൻ യു ഡൂയിങ് സെൻട്രൽ ക്യാമ്പ് 60 days അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് അറ്റ് സ്ട്രെച്ച് ഷൂട്ട് ചെയ്യുന്ന പടങ്ങൾ കഴിഞ്ഞ് പോകുമ്പോ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് ചില അസിസ്റ്റൻസിന് ഹു കംപ്ലീറ്റ്ലി ബീൻ വിത്ത് us, ടോക്കിംഗ് ടു us അബൌട്ട് കണ്ടിന്യൂറ്റി, നമ്മുടെ കോസ്റ്റ്യൂം, നമ്മളിത് ആൻഡ് വി ഡിസ്കസ് അബൌട്ട് ഓരോ സീൻ കഴിയുമ്പോൾ അവര് വന്ന് പറയും അത് ഗംഭീരായിരുന്നു, മറ്റേ സീൻ ഇത് നന്നായിരുന്നു. അവര് മോട്ടിവേറ്റ് യു. ഇത് പ്രേക്ഷകർ അറിയാത്തൊരു സൈഡാണ് ഇത്. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ബോണ്ടിങ്. പിന്നെ നമ്മൾ ചില ക്യാരക്ടേഴ്സും ഉണ്ട്. നമ്മള് ചിലപ്പോ ക്യാരക്ടേഴ്സ് നമ്മള് ഇങ്ങനത്തെ ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നമ്മള് ലീഡായിട്ട് ചെയ്യുന്ന പടങ്ങളുടെ പറയുകയാണ്. ഇപ്പൊ അഞ്ചാതി എന്ന് പറഞ്ഞ പടം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോലീസ് യൂണിഫോം ഊരുക, നീ കണ്ണെന്ന് വെള്ളം വന്നു. യൂണിഫോം ഇട്ട് ഞാൻ മിഷ്കിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഇങ്ങനെ ഒരു സാധനം നീ എപ്പോഴും എഴുതുകയെന്ന് ചോദിച്ചു. പടലാണ്ട. എന്നിട്ട് പുള്ളി അങ്ങോട്ട് പോയി. പുള്ളി പോയിട്ട് ഇരുന്ന് കാര്യമല്ല, പുള്ളി ഇരുന്നിട്ട് എന്തോ വിഷമത്തിലെത്തി എന്തോ ഇരിക്കുകയാണ് അവിടെ. ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല, ഞാൻ അങ്ങനെ ഇരുന്നിട്ട് നമുക്കറിയാം ഇത് ഇനി ടേക്സ് ടൈം, ഇങ്ങനത്തെ ഒരു സാധനം ചിലത് ചെയ്യുമ്പോൾ അറിയാം ഇത് കുറച്ച് സമയം എടുക്കും. അതൊരു ഒരു സംഭവം, അത് ക്യാരക്ടർ ഹെവി ആയിട്ട് കിട്ടുമ്പോൾ അത് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. പിന്നീട് കുറേ വർഷത്തിന് ശേഷമൊക്കെ വരും അങ്ങനെ ഒരു സാധനം വരെ. അപ്പൊ ഇങ്ങനത്തെ ഈ തന്നെ ഒക്കെ ഒരു ഗുണം എന്താ വെച്ചാൽ ഈ പടങ്ങളിലൊക്കെ ഞാൻ ഇതിനു മുമ്പ് സാഹസം ചെയ്തു. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ക്രൂ ആൻഡ് ബ്യൂട്ടിഫുൾ വർക്ക്. ആ പടം ശരിക്കും ഒരു 85 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യേണ്ട ഒരു പടമാണ്. സ്ക്രിപ്റ്റ് വായിച്ചാൽ 43 ദിവസം കൊണ്ട് തീർന്നു പടം. അങ്ങനത്തെ ഒരു വർക്കായിരുന്നു അത്, വിച്ച് ഇസ് നോട്ട് ഈസി. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് ഫിലിം. അപ്പൊ ഇതിന്റെ ഒക്കെ ഇതെന്താ വെച്ചാൽ ദ ടീം ഇസ് വാട്ട് വി മിസ്. ഇതൊന്ന് അതിന്റെ കൂടെ നമുക്ക് പേഴ്സണലി നിൽക്കുന്ന നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന ക്യാരക്ടറും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ then it is a double സംഭവമാണ്. അതൊരു ഇതാണ്. അപ്പൊ നമുക്ക് ബോണസ് ആണ് അത്. അപ്പോൾ നമുക്ക് മനസ്സിലറിയാം നമുക്ക് കഴിഞ്ഞു, ശരി, ഓക്കെ
അതെ അങ്ങനെ ചില നമുക്ക് പറ്റും. അതെ, അല്ലെങ്കിൽ ചില നമ്മൾ പടങ്ങൾ ഇതായി ഇപ്പൊ ഇന്നും എന്നോട് വെച്ചാല് ഇപ്പൊ എത്ര വർഷം ആ വരുമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇന്നും എനിക്ക് എവ്രി മൊമെന്റ് ഐ ചെറിഷ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇന്നും എൻ്റെ ഓരോ ദിവസവും അതിനകത്തൊരു സന്തോഷം എന്ന് പറയുന്നത് പിറ്റേ ദിവസത്തെ ഷൂട്ടിങ്ങിന് പോകാൻ ചാർജ്ഡ് അപ്പ് ആയിട്ട് ആ ഇഷ്ടമുള്ളൊരു കാര്യം അയ്യോ അത് അങ്ങനെ രണ്ട് പടങ്ങൾ എനിക്ക് ഏറ്റവും ഞാൻ ഓൾവേസ് ചെറിഷ് ചെയ്യുന്ന ആവാരവും കാബൂളിവാലി. അബ്സല്യൂട്ട് സെലിബ്രേഷൻ ആയിരുന്നു. സെലിബ്രേഷൻ എന്നല്ല, നമ്മളിങ്ങനെ എൻജോയ്മെന്റ്. എനിക്ക് ഈ പറഞ്ഞ അച്ഛൻ്റെ അമ്മയ്ക്ക് ഫീൽ ഉണ്ടായിരുന്നു. ക്ലാസ്മേറ്റ്സിൽ നിങ്ങളോ ഒന്നാമത് ഞാൻ മരിച്ചു കിടക്കുന്നതിൽ ഓരോരുത്തർ വന്നിട്ട് നോക്കുന്നതിൽ ഞാനിരുന്നിട്ട് എനിക്ക് കരച്ചിൽ വരെ കിടന്നിട്ട് ഞാൻ കണ്ണടച്ചിട്ട് കിടക്കണ്ടേ. എനിക്ക് ഈ പടം തീരാറായി, പടം തീർന്നല്ലോ, ഷൂട്ടിങ് പല സമയങ്ങളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ചിലത് നമ്മൾ മിസ്സാകും. അത് ഉള്ളിയുടെ നമുക്ക് സന്ദീപ് എങ്ങനെയായിരുന്നു ഈ പറഞ്ഞ സ്പെസിഫിക് ക്യാരക്ടറും സ്പേസും ക്രൂവും? ഡെഫിനറ്റ്ലി എനിക്ക് പക്ഷെ ഇതെങ്ങനെയെങ്കിലും അല്ല, ഒരു ഭയങ്കര ടെറൈനൊക്കെ ഭയങ്കര പാടായിരുന്നു. എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, മഴ, കൊടുങ്കാറ്റ്, സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ടായിരുന്നു മൊത്തത്തില്. അത് നമുക്ക് എത്രത്തോളം ഷൂട്ട് നീണ്ടു പോകുന്നു അത്രത്തോളം എല്ലാവരുടെയും സേഫ്റ്റിനെ അഫക്റ്റ് ചെയ്യും. കാര്യം ഈ പറയുന്ന പാമ്പ്, അട്ട, ഇടിമിന്നല്, മഴ, കാറ്റ്, എന്തൊക്കെ ഒരാളെ കൊല്ലാവോ എല്ലാം ഉണ്ടോ ഈ പടത്തില്. ഓട് പറന്നു പോവാ, എപ്പ തല വീഴുമെന്ന് അറിയില്ല. അപ്പൊ മൊത്തത്തില് ആ ഒരു ഇതിൽ നോക്കുമ്പോ ഇത് ഭംഗിയായിട്ടൊന്ന് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ, സമാധാനം ഉണ്ട് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് കൂടുതലും സിനിമയിൽ കിട്ടിയത്. ഇപ്പൊ എക്കോനെ ഞാൻ റിലീസ് ചെയ്ത് ഇതിപ്പോ ഇതിന്റെ ഒരു ഹാപ്പിനെസ് അതാണ്. അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇത് എന്തായിരിക്കും സ്ക്രീനിൽ വരാൻ പോണെന്നുള്ളൊരു ക്യൂരിയസ് ഫാക്ടർ രണ്ട് എക്സ്ട്രീമാണ്. ഇപ്പൊ നോർമൽ സിനിമയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്യൂരിയസ് ഫാക്ടർ അത്രയും വരത്തില്ല, കാര്യം നമുക്ക് അറിയാം എന്തൊക്കെയായിരിക്കും. പക്ഷെ ഇതെങ്ങനെയായിരിക്കും ഇത് വരിക എന്നുള്ള, ഇപ്പൊ ടീച്ചർ നമ്മൾ കണ്ടപ്പോ തന്നെ ഈ ഇവിടെ ആയിരുന്നു നമ്മൾ നിന്നിരുത് ആ ഒരു ആ വ്യൂ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പൊ അത് കാണുമ്പോ ഓക്കെ, ഓടുന്ന ഷോട്ടൊക്കെ വൈഡില് അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുമ്പോ ഈ ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ രണ്ട് കണ്ണിലുള്ള വ്യൂ അതൊന്നും ഞാൻ പ്ലേ ബാക്ക് കണ്ടിട്ടില്ല, അഭിനയിക്കുമ്പോഴും പ്ലേ ബാക്ക് കണ്ടിട്ടില്ല. ഞാൻ ടീച്ചർ വരുമ്പോഴാണ് കാണുന്നത്, ഓ ഇങ്ങനെയാണ് പോയത്. അപ്പൊ അത് ഭയങ്കര എക്സ്ട്രീം. സന്ദീപിന് ഇതിന്റെ ഒരു പെർഫെക്റ്റ് എസൻസ് ചിലപ്പോൾ ഇത് റിലീസ് ചെയ്തതിന് ശേഷം പിന്നീട് ആലോചിച്ച് നോക്കുമ്പോഴായിരിക്കും എന്തൊക്കെ സംഭവം നമ്മൾ ചെയ്തിരിക്കുന്നുള്ളൊരു ഫീൽ കിട്ടുള്ളൂ. അപ്പൊ അത് എനിക്ക് എക്കോല അങ്ങനെയാണ്. പക്ഷെ ഈ ഇവര് പറഞ്ഞ പോലെ നമ്മള് പിന്നെ ഇങ്ങനെ പലതും ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യുമ്പോഴേ അറിയാം. രണ്ട് പടം കഴിഞ്ഞ സന്ദീപിനും മനസ്സിലാവും. അല്ല, അതാണ് ഞാൻ ഇവര് പറഞ്ഞ പോലെ എനിക്കും പക്ഷെ ഒരിക്കലും തീരല്ലേന്ന് തോന്നിയ സിനിമകളുണ്ട്. അപ്പം അക്കളം അതിന്റെ ഒരു ഭാഗമാണ്. എനിക്ക് ഓരോ ദിവസവും ഭയങ്കര എൻജോയ്. ഞങ്ങൾ ഭയങ്കര ടൈറ്റ് ഫ്രണ്ട്സ് ആണ്. ഞാൻ, അരുൺ, ഇവരെല്ലാം സാഫ് എല്ലാവരും നമ്മൾ ഭയങ്കര ടൈറ്റ് ഫ്രണ്ട്സ് ആയി ഈ ഒരു ദിവസത്തിനുള്ളിൽ. മനു നമ്മുടെ സെയിം പ്രായക്കാരനാണ്. മൊത്തത്തില് ഭയങ്കര വൈബായിട്ട് തുടങ്ങി. ഇപ്പോഴും നമ്മള് പറയും ഇടയ്ക്കൊന്ന് കോളേജിലൊക്കെ പോയി നടക്കണം എന്നൊക്കെ. വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഭയങ്കര രസമായിരുന്നു ആ ഫീല്. വെറുതെ ആ സീനൊന്നും പോയി അഭിനയിച്ചിട്ട് വരാം, അഭിനയിക്കണമെന്നില്ല. അത് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഈ ആനിമൽ ട്രിലജിയിലെ ലാസ്റ്റ് ചാപ്റ്റർ എന്നുള്ള രീതിയിലും കൂടെ എക്കോ ഡിസ്കഷൻ ആയിരുന്നല്ലോ. ഇപ്പൊ ബാഹുൽ നമ്മുടെ ഇന്റർവ്യൂവിൽ ട്രിലജി പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. ഈ ഡോഗ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര പേഴ്സണൽ ആണ് എല്ലാവർക്കും. ഈ ഹ്യൂമനായിട്ട് ഏറ്റവും കണക്ട് ചെയ്യുന്ന, കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതെല്ലാം ഈ പറഞ്ഞ നായ്ക്കളുടെ കാര്യത്തിൽ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഇതിൽ വരുമ്പോൾ ഈ നമുക്കറിയുന്ന ഡീറ്റെയിൽസ് വളരെ കുറവാണ്. സ്റ്റിൽ ഈ ഡോഗ് സിനിമയുടെ പാർട്ടാണ്. എസ്പെഷ്യലി ആ ടീച്ചറിലെ ഭയങ്കര രസമുള്ള ഷോട്ട് ഉണ്ടായിരുന്നല്ലോ, ഒരു ടോപ്പ് ആംഗിളില് സന്ദീപ് നിൽക്കുന്നു, സെയിം ഷോട്ടിൽ ഹസ്കി വന്ന് ഇരിക്കുന്ന സെയിം വോട്ടെവർ. ഈ പറഞ്ഞ പോലെ ആനിമൽസിനോട് പാർട്ടാവുന്ന ഒരു സ്പേസ്, ഈ പറഞ്ഞ ക്യാമറയുടെ ഇതായിട്ടുള്ള ഫ്രെയിമിന്റെ അകത്ത് ഇവരും കൂടെ ഭാഗമാവുന്നു, ഇവരൊപ്പമുള്ള ഇന്ററാക്ഷൻ വോട്ടെവർ. അതിലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എങ്ങനെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ആക്ടേഴ്സ് ഒരുമിച്ചുള്ളപ്പോൾ നിങ്ങളുടെ ഡയലോഗ്സ് ഉണ്ട്, എക്സ്ചേഞ്ചുകൾ ഉണ്ട്. ഈ പറഞ്ഞ ആനിമൽസ് ആയിരുന്നു കുറച്ചുകൂടി ഇമോഷണൽ അല്ലേ ഇത്? Hats off to the trainers because it's a time consuming process. നമ്മളോട് പറഞ്ഞിട്ട് അതേപോലെ കട്ട് വൺമോർന്ന് പറയുന്നല്ലേ, അതിനോട് പറയാൻ പറ്റില്ല. അതിന് സൗകര്യം ഉണ്ടാവില്ല ചിലപ്പോ. ഈ വാണ്ട്സ് ടു ഗോ ആൻഡ് ഒരു സൈഡിൽ പോയി കുറച്ചു നേരം നിന്ന് റിലാക്സ് ചെയ്തിട്ട് വരണമെന്നുണ്ടാവും, അതൊക്കെ ഉണ്ടാവും.
സോ അല്ല, പക്ഷെ അത് ആ ട്രെയിനേഴ്സ്, അയ്യോ അത് വലിയൊരു, ഈ പടത്തില് ഈ ഡോഗ് ട്രെയിനേഴ്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, അത് ടു സേവ് ടൈം ആക്ച്വലി. ഈ പറഞ്ഞ പോലെ, ബിക്കോസ് അങ്ങനത്തെ സീക്വൻസ് എല്ലാം അവർ ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്കുള്ള ഒരു ഈ ടോട്ടലി ഒരു പ്രകൃതി രമണീയാണല്ലോ ഫുൾ. അതിനോട് ആനിമൽസ് ഒക്കെ വരുമ്പോ യുവറിന് ഡിഫറെന്റ് അല്ലെ, വേറൊരു ട്രാൻസിലേക്ക് പോകും നമ്മള്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് ഡിറ്റാച്ച്ഡ് ആണ് നമ്മളെല്ലാരും. അവിടെ ഒന്നും റേഞ്ച് ഇല്ല, മൊബൈലിൽ ഫോണിലല്ലോ. നമ്മള് രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാല് സീറോ, നത്തിങ്. പക്ഷെ ഞാൻ ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എപ്പോഴും നമ്മളിങ്ങനെ ഏതോ കുന്നിന്റെ മുകളിലൊക്കെ ഉണ്ടാവും, അപ്പുറത്തെ കുന്നിന് ഷാഫി ചമ്മാൻ. ഷാഫിക്ക് എവിടുന്നാണ് ഈ റേഞ്ച്? അപ്പൊ ഏതോ ഒരു ജിയോ റേഞ്ച് തപ്പി പോയിട്ടാണ്. അല്ല, ഹീസ് കോർഡിനേറ്റിംഗ്. ആരോ മറ്റേ ഫ്ലൈറ്റിന് വരുന്നുണ്ട്, വൈകുന്നേരം ഫ്ലൈറ്റിന് ആള് വരുന്നുണ്ട്, അങ്ങനെ മറ്റേ ഈ ഭക്ഷണം അവിടെ എത്തും, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ എപ്പൊ നമ്മളെപ്പോഴും ഇപ്പുറത്തെ ക്ലിഫ് നോക്കുമ്പോ ഷാഫി ഇങ്ങനെ ഒരു തൊപ്പിയൊക്കെ ഫോണിൽ ഇങ്ങനെ ഉണ്ടാവും. ഞാൻ ചോദിക്കും ഇവിടുത്തെ റേഞ്ച് മുക്ക് ഏതാണെന്ന് ചോദിക്കും. റേഞ്ച് മുക്കെന്നാ ഞാൻ പറയണത്. അപ്പൊ ആ കല്ലിന്റെ താഴെ റേഞ്ച് മുക്കാണ്. ഓക്കെ, അവിടെ പോയിരിക്കണം. എല്ലാവരും അവിടെ വരുന്ന അവിടെ ഒരു കൂട്ടം ഉണ്ടാവും. അതുപോലെ പണ്ടത്തെ കഫേ സിസ്റ്റം ഇല്ല നമ്മുടെ ഓരോ ഏരിയ. എന്റെതൊക്കെ ഉറങ്ങിയിട്ട് രാത്രി വീട്ടിൽ പോയിട്ട് വേണം ഫോണിനകത്ത് തട്ടി അമർത്താൻ. ബിക്കോസ് അബ്സല്യൂട്ട്ലി നോ റേഞ്ച്, നത്തിങ് വാസ് ദേർ. നമ്മളെ ഹോട്ടലിൽ എല്ലാം ഇറങ്ങി കഴിഞ്ഞ പിന്നെ ഇറ്റ് വാസ് ഡെഡ്. നാർണിയയില് ഡോറ് തുറന്ന് വേറെ വേൾഡിൽ കയറുന്ന പോലെ സെയിം അതാണ്. നമ്മൾ അതേ കോസ്റ്റ്യൂംസിൽ ചുറ്റും ഇത് ബാക്കി സോഷ്യൽ മീഡിയ ആയിട്ടൊക്കെ പട്ടികള്. അതെ, പക്ഷെ അത് ഭയങ്കര ഒരു ഫോക്കസ് ഇൻ യുവർ വർക്ക്, there was no distraction. അത് ഇറ്റ് വാസ് എ ബിഗ് റിലീഫ്. അല്ലെങ്കിൽ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ല, എന്തൊക്കെ ഒരു മെസ്സേജ് വന്നാലും. ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു സിനിമയല്ല അത്. അതെ, ഇടയ്ക്കിടയ്ക്ക് നോക്കി ഒരിക്കലും ഇല്ല. സ്ക്രിപ്റ്റ് നോക്കി പഠിക്കേണ്ട സമയമാണ് കൂടുതൽ. ഡയലോഗ് തെറ്റിച്ച് ഡയലോഗ് കാര്യം നമ്മൾ ഡയലോഗ് തെറ്റിച്ച് കഴിഞ്ഞാൽ റീടേക്ക് വരുമ്പോഴേക്കും മഞ്ഞൊന്ന് മൂടിയിട്ടുണ്ടാവും, ഇല്ല മഴ പെയ്തിട്ടുണ്ടാവും. അപ്പൊ ഉള്ള കിട്ടുന്ന ടൈമിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പോയി. എഫേർട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ എക്കോ പുതിയ എക്സ്പീരിയൻസ് ആവട്ടെ നിങ്ങൾക്കായ പോലെ പ്രേക്ഷകർക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.